അടച്ചിട്ടിരുന്ന മുറിയുടെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സക്കറിയ പിടഞ്ഞെഴുന്നേറ്റു. അവന്റെ മുഖത്ത് ഒരു ടോർച്ച് പ്രകാശിച്ചു. ആരാ വന്നതെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുമ്പോൾ വാതിൽക്കൽ ഇടി മുഴങ്ങിയതുപോലെയുള്ള ഒരു ശബ്ദം കേട്ടു. ഇപ്പോഴും സർവശക്തനാടാ നിന്റെ മുതലാളി. കാണാമറയത്തിരുന്നു കൊണ്ട് നിന്നെ രക്ഷിച്ചത് കണ്ടില്ലേ? ഇനി നിന്നെ എന്തെങ്കിലും ചെയ്താൽ അയാൾ ഈ ടൗണിന് തീ കൊളുത്തിന്ന് വരും. പൊയ്ക്കോ. മുന്നിലുള്ളത് അർജുനാണെന്ന് സക്കറിയയ്ക്ക് മനസ്സിലായി. പരിഹസിച്ചുള്ള ചിരിയോടെ സക്കറിയ പറഞ്ഞു, ഇപ്പോഴെങ്കിലും അത് തിരിച്ചറിഞ്ഞുല്ലോ, നന്നായി. കവിളടച്ച് ഒരടി കൊടുക്കാൻ കൈ ധരിച്ചിട്ടും അർജുൻ സംയമനം പാലിച്ചു. സക്കറിയ പുറത്തു കടന്നു. അയാൾ റോഡിലെത്തിയപ്പോൾ താഴ്ന്ന ശബ്ദത്തിൽ അർജുൻ വിളിച്ചു, രഘു. അടയാളം പോലെ മറുപടി വന്നു, സർ. സക്കറിയ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലുള്ള ടെലിഫോൺ ബൂത്തിലേക്കാണ്. ക്യാബിനിൽ കയറി കഥകടച്ച് അയാൾ തമ്പിയുടെ സെൽ നമ്പർ ഡയൽ ചെയ്തു. ഒട്ടും വൈകാതെ തന്നെ തമ്പി ലൈനിൽ വന്നു. ഞാൻ സക്കറിയ മുതലാളി. എവിടുന്നാടാ നീ വിളിക്കുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. സത്യം പറയ്, അടുത്ത് പോലീസ് ഉണ്ടോ? ഇല്ല മുതലാളി. തമ്പി നീട്ടിമോളി. മുതലാളി ഇപ്പൊ എവിടെയാ? എങ്ങോട്ടാ ഞാൻ വരേണ്ടത്? നീ നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോരെ. കായലിൽ എന്റെ ഹൗസ് ബോട്ട് ഉണ്ട്. നീലയും ചുവപ്പും ലൈറ്റുകള് മാറി മാറി കത്തും. അതാ സിഗ്നൽ. ആശ്വാസത്തോടെ സക്കറിയ പുറത്തു കടന്നു. അയാൾ ആദ്യം കണ്ട ടൂറിസ്റ്റ് കാറിന്റെ അടുത്തെത്തി. ഡ്രൈവർ ചോദിച്ചു, എങ്ങോട്ടാ സർ? കാറിലേക്ക് കയറിക്കൊണ്ട് സക്കറിയ പറഞ്ഞു, എറണാകുളം. കാർ നീങ്ങി. ഹൈക്കോടതി ജെട്ടിയുടെ സമീപത്ത് എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, നിർത്ത. ഡ്രൈവർ കാർ നിർത്തി. സക്കറിയ പുറത്തിറങ്ങി. 300 രൂപയായി സർ. സക്കറിയ മുരണ്ടു. മിണ്ടാണ്ട് തിരിച്ചു വെക്കോ, അല്ലെങ്കിൽ കൊന്നു കായിലെറിഞ്ഞ്. അടയാളം കാണിക്കാനായി ഡ്രൈവർ പിന്നിലെ ലൈറ്റുകൾ 2 വട്ടം ഓഫ് ചെയ്ത് ഓണാക്കി. അപ്പോൾ പിന്നിലെ കാറുകളിൽ നിന്ന് മഫ്തിയിലുള്ള ഒരു സംഘം പോലീസുകാർ പുറത്തിറങ്ങി. നൈറ്റ് സ്ക്വാഡിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരുന്നു എല്ലാവരും. പിന്നിലുണ്ടായിരുന്ന ടാറ്റ സുമോയിൽ നിന്നിറങ്ങി അർജുനും രഘുവും അവരുടെ അടുത്തേക്ക് ചെന്നു. അർജുൻ പറഞ്ഞു, ഒരു കാരണവശാലും തമ്പി രക്ഷപ്പെടാൻ പാടില്ല. ഇനി നമുക്ക് അവനെ ജീവനോടെ വേണം. സക്കറിയ ജെട്ടിയിലെത്തി ചുറ്റും നോക്കി. ആളൊഴിഞ്ഞ ഭാഗത്തായി ഒരു സ്പീഡ് ബോട്ട് അയാൾ കണ്ടു. തിടുക്കത്തിൽ സക്കറിയ അങ്ങോട്ടേക്ക് നടന്നു. ഒറ്റ കുതിക്ക് അയാൾ ബോട്ടിൽ ചാടിക്കയറി. അതിലുണ്ടായിരുന്ന മധ്യവയസ്കൻ രോഷത്തോട് ചോദിച്ചു, ആരാ? എന്തു വേണം? ഒരു നിമിഷം പോലും പാഴാക്കാതെ സക്കറിയ അയാളെ പൊക്കിയെടുത്ത് കായലേക്കിട്ടു. സ്പീഡ് ബോട്ട് മുന്നോട്ട് കുതിച്ചു. ഏറെ ദൂരം പോകേണ്ടി വന്നില്ല. അതിനു മുമ്പേ കായലിൽ മാറി മാറി തെളിയുന്ന നീല വെളിച്ചവും ചുവന്ന വെളിച്ചവും അയാൾ കണ്ടു. ബോട്ടിന് വേഗം കൂടി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സക്കറിയ ഹൗസ് ബോട്ടിനടുത്തെത്തി. ഓളങ്ങളിൽ വിളിയുന്ന ബോട്ടിലേക്ക് ചാടി കയറിക്കൊണ്ട് സക്കറിയ ഉറക്കെ വിളിച്ചു, മുതലാളി. ആ നിമിഷം സെർച്ച് ലൈറ്റുകൾ തെളിഞ്ഞതുപോലെ ചുറ്റും പ്രകാശം പരന്നു. ഹൗസ് ബോട്ട് ഓളങ്ങളിൽ ഉലഞ്ഞ് ചാഞ്ചാടി. സക്കറിയ ആലില പോലെ വിറച്ചു. പോലീസ് കെണിയിലാക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്തു ചെയ്യണമെന്ന് ചിന്തിച്ച് പതറി നിൽക്കുന്നതിനിടയിൽ അർജുനും രഘുവും ഹൗസ് ബോട്ടിലേക്ക് കുതിച്ചു. റിവോൾവർ സക്കറിയുടെ നെറ്റിയിൽ ചേർത്ത് വെച്ച് രഘു ഗർജിച്ചു, ഇനി വിളിക്കടാ നിന്റെ മുതലാളിയെ. തൊണ്ട പൊട്ടുമാറി വിളിക്ക്. പോലീസുകാരും നിമിഷ നേരം കൊണ്ട് ഹൗസ് ബോട്ടിലെത്തി. ബോട്ട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും എങ്ങും മാധവൻ തമ്പിയെ കണ്ടില്ല. ആശങ്കയോടെ അർജുൻ മൂടിക്കെട്ടിയ ക്യാബിനുള്ളിലേക്ക് കടന്നു. അവിടെ ടീപ്പോയിൽ ഒരു കത്തുണ്ടായിരുന്നു. അർജുൻ അത് വലിച്ചെടുത്തു. വികൃതമായ കൈഴ്ചിലെഴുതിയ 4-5 വരികൾ. അർജുൻ, എന്നെ തളയ്ക്കാൻ നീ സക്കറിയെ ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ താവളം വിടുന്നു. ഇനി ഒരിക്കലും നമുക്ക് പരസ്പരം കാണാൻ പറ്റില്ല. ഗുഡ് ബൈ. അയാളുടെ കയ്യിലിരുന്ന് കത്തിഞ്ഞെരിഞ്ഞു. ഉള്ളിൽ കളിയാക്കിച്ചിരിക്കുന്ന തമ്പിയുടെ മുഖം. അവിടെ ഒരു യാത്രാമൊഴി, ഗുഡ് ബൈ. ആ നിമിഷം അർജുന് അപകടം മണത്തു. ചുറ്റും നോക്കി ആക്രോശിക്കുന്നത് പോലെ അയാൾ പറഞ്ഞു, ഡൈവ്. പോലീസുകാർ കായലിലേക്ക് ചാടി. തൊട്ടു പിന്നാലെ അർജുനും രഘുവും. അപ്പോൾ കാതടുപ്പിക്കുന്ന ഒരു സ്ഫോടനം കേട്ടു. ഹൗസ് ബോട്ടിന് തീ പിടിച്ചു. അടിയൊഴുക്കുള്ള കായലിലൂടെ ആയാസപ്പെട്ട് നീന്തി നീങ്ങുമ്പോഴും സഹപ്രവർത്തകരുടെ ജീവനെക്കുറിച്ചായിരുന്നു അർജുന് ഉത്കണ്ഠ. അയാൾ ഓരോരുത്തരെയും പേര് പറഞ്ഞു വിളിച്ചു. ദൂരെ നിന്ന് ആരൊക്കെയോ വിളി കേട്ടു. അപ്പോഴേക്കും സഹായിക്കാനായി അവർ വന്ന സ്പീഡ് ബോട്ടുകളും റെഡിയായി. എല്ലാവരും അങ്ങോട്ട് നീന്തി. നൈറ്റ് സ്ക്വാഡിലെ പോലീസുകാർ മുഴുവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അർജുന് ആശ്വാസമായി. എന്നിട്ടും അത് ഉറപ്പുവരുത്താനായി അയാൾ രഘുവിനെ വിളിച്ചു. ആരും വിളി കേട്ടില്ല. ഒരു നടുക്കം, സിരകളിൽ ഒരു സ്ഫോടനം. അയാൾ വീണ്ടും വിളിച്ചു, രഘു. അനക്കമില്ല, മറുപടിയില്ല. ഓടിയെത്തിയ ശ്രീധരന്റെ ഇരു ചുമലിലും പിടിച്ചുലച്ച് അയാൾ പറഞ്ഞു, എന്റെ വലം കയ്യ,
തമ്പി മുറിച്ചെടുത്തത്. 100% സിൻസിയറായ ഒരു ഓഫീസറാ കായലിലെ അടിയൊഴുക്കിൽപ്പെട്ട് താണുപോയത്. എസ്റ്റേറ്റ് ഇല്ല, മണിമന്ദിരങ്ങളില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, സ്വന്തമായിട്ട് ഒരു കാറ് പോലും ഇല്ല അവന്. എന്നിട്ടും ഈശ്വരൻ കരുണ കാട്ടിയില്ല. അർജുനെ സമാധാനിപ്പിക്കാനാവാതെ ശ്രീധരൻ തളർന്നു നിന്നു. അപ്പോൾ കോവളത്തെ സ്റ്റാർ ഹോട്ടലിലെ AC റൂമിൽ സെൽഫോൺ ശബ്ദിച്ചു. റോബർട്ട് റാംബോ ഉണർന്ന് ഫോൺ എടുത്തു. അങ്ങേ തലക്കിൽ നിന്നും തമ്പിയുടെ കനത്ത ശബ്ദം കേട്ടു. രഘുവിന് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ, അർജുൻ രക്ഷപ്പെട്ടുടോ. റാംബോ ചിരിച്ചു. അതോർത്ത് ഉളക്കം കളയണ്ട, അവനെ ഞാൻ തീർത്തോളാം തമ്പി. ഇപ്പൊ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ഞാൻ അങ്ങോട്ട് വരുവാണോ റാംബോ? ഇനി അവിടെയുള്ള ഓരോ മണൽത്തരിക്കും തീ പിടിക്കണം. എങ്കിൽ കയ്യിലൊരു കരിങ്കുടി കൂടി കരുതിക്കോ. നാളെ വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിഷാരടി പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിക്കുന്നുണ്ട്. 5 മണിക്ക് അയാൾ ജീവനോടെ ഉണ്ടാവില്ല. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചു. റാംബോ ലൈൻ കട്ട് ചെയ്തു. അക്ഷോഭിനായി അയാൾ വാതിലിനടുത്തെത്തി. പിന്നെ അലസമായി പീപ്പിംഗ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ പോലീസ് കമ്മീഷണർ വിജയാനന്ദ്. അയാളുടെ കയ്യിൽ ഒരു റിവോൾവർ. റാംബോയുടെ ഇമകളൊന്ന് പെടഞ്ഞു. പോലീസ് ഹോട്ടൽ വളഞ്ഞു കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. വിജയാനന്ദ് വാതിലടച്ചു. ഓപ്പൺ ദ ഡോർ. നിശബ്ദത മാത്രം. റിസപ്ഷനിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്രൻ വിജയാനന്ദിന്റെ അടുത്തെത്തി. നമ്മൾ സംശയിച്ചത് ശരിയാണ് സർ. തമ്പി അയച്ച കില്ലർ തന്നെയാണ് മുറിക്കുള്ളിൽ. വാതിൽ പൊളിക്കട്ടെ? വിജയാനന്ദ് മൂളി. പെട്ടെന്ന് ബോൾട്ട് നീക്കുന്ന ശബ്ദം കേട്ടു. രാജേന്ദ്രനും റിവോൾവർ എടുത്തു. ഉടൻ തന്നെ വാതിൽ തുറന്ന് റാംബോ പുറത്തു വന്നു. അപ്പോഴയാൾ വില കൂടിയ സഫാരി സൂട്ട് ധരിച്ചിരുന്നു. റിവോൾവർ ചൂണ്ടിക്കൊണ്ട് വിജയാനന്ദ് ചോദിച്ചു, നീയല്ലേ CM-ന്റെ കാറിൽ ബോംബ് വെച്ചത്? അതെ. രാജേന്ദ്രൻ മുന്നോട്ടെടുത്തു. ഡോക്ടർ രമാകാന്തനെ കൊന്നതോ? അതും ഞാൻ തന്നെ. പേര് കേട്ടാ തിരിച്ചറിയാതിരിക്കില്ല. റോബർട്ട് റാംബോ. വിജയാനന്ദ് രാജേന്ദ്രനും ഒരുപോലെ ഞെട്ടി. ഇന്റർപോളിന്റെ ഹിറ്റ് ലിസ്റ്റിലെ കൊടും ഭീകരനാണ് മുന്നിൽ. വിജയാനന്ദ് റിവോൾവർ റാംബോയുടെ നെറ്റിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, യു ആർ അണ്ടർ അറസ്റ്റ്. റാംബോ ചിരിച്ചു. അതിനെന്താ, ഐ ആം റെഡി. എന്നാ നടക്ക്. നടക്കാം, പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ മിസ്റ്റർ വിജയാനന്ദ്. ആരെങ്കിലും ഒന്ന് തൊട്ടാ അപ്പൊ തീ പിടിക്കുന്ന ശരീര എന്റേത്. ഇന്റർപോളിന് മാത്രമല്ല, മുംബൈ പോലീസിനും അതറിയാം. സംശയമുണ്ടെങ്കിൽ ഈ കോട്ട് ഒന്ന് പൊക്കി നോക്കിക്കോളൂ. ആശങ്കയോടെ വിജയാനന്ദ് രാജേന്ദ്രനും പരസ്പരം നോക്കി. പേടിയുണ്ടെങ്കിൽ തൊടണ്ട, ഞാൻ തന്നെ കാണിച്ചു തരാം. റോംബോ കോട്ട് തുറന്നു. വിജയാനന്ദ് വിറച്ചുപോയി. രാജേന്ദ്രൻ ഭീതിയോടെ ഒരടി പിന്നോട്ട് വെച്ചു. കോട്ടിനുള്ളിൽ വിവിധ നിറത്തിലുള്ള വയറുകൾ ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു. പഴയതുപോലെ കോട്ടിട്ട് അയാൾ വിജയാനന്ദനെ നോക്കി. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോളർ ഉണ്ടായിരുന്നു. സാധാരണ ബെൽറ്റ് ബോംബാണെന്ന് കരുതി റിസ്ക് എടുക്കരുത്. 1/2 ഫർലോങ്ങിനുള്ളിലൊക്കെ ചുട്ടൊരിക്കാൻ ഇപ്പോഴെനിക്ക് കഴിയും. ഞാനും നിങ്ങളും പോലീസുകാരും ഈ ഹോട്ടലും മാത്രമല്ല, ഈ ടൗണും ചാമ്പലാവും. ഒരക്ഷരവും ശബ്ദിക്കാനാവാതെ വിജയാനന്ദും രാജേന്ദ്രനും നിസ്സഹായരായി റാംബോയെ നോക്കി. നിങ്ങളുടെ കാറിന്റെ കീ ഇങ്ങ് തന്നേക്ക് കമ്മീഷണർ സർ. പോയിട്ട് അല്പം തിടുക്കമുണ്ട് എനിക്ക്. കാർ രാവിലെ തിരിച്ചു തന്നേക്കാം. എന്താ? എതിരൊന്നും പറയാതെ വിജയാനന്ദ് കീ എടുത്ത് റാംബോയുടെ നേരെ നീട്ടി. കീ വാങ്ങിക്കൊണ്ട് റാംബോ പറഞ്ഞു, ആരും പിന്നാലെ വരരുത്. സഞ്ചരിക്കുന്ന ഒരു ആയുധപ്പുരയാണ് ഞാൻ. തീ കൊണ്ട് കളിക്കണ്ട. റാംബോ അതിവേഗം കാറിനടുത്തെത്തി. റൈഫിളുകളുമായി പോലീസുകാർ അയാളെ വളഞ്ഞപ്പോൾ വിജയാനന്ദ് വേവലാതിയോടെ വിളിച്ചു പറഞ്ഞു, നോ, അരുത്, അവൻ പൊയ്ക്കോട്ടെ. റാംബോ ചിരിച്ചു. താങ്ക് യു കമ്മീഷണർ. കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് നീങ്ങിയപ്പോൾ നിസ്സഹായനായി വിജയാനന്ദ് കൈകൾ കൂട്ടി ഞെരിച്ചു. പിറ്റേന്ന് 10 മണിയോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സത്യന്റെ മൃതദേഹം എത്തി. കർമ്മങ്ങൾ ചെയ്തതും ചിതയ്ക്ക് തീ കൊളുത്തിയതും ശ്രീധരനാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ തളർന്ന ശബ്ദത്തിൽ രുക്മിണി പറഞ്ഞു, മോന്റെയും മരുമകളുടെയും കൂടെ കുറച്ചു ദിവസം സന്തോഷമായിട്ട് കഴിയാന്ന് കരുതിയ ഇങ്ങോട്ട് വന്നത്. എന്തു ചെയ്യാം, പിന്നെയും കരയാനാ എന്റെ വിധി. സുഖായാലും ദുഃഖായാലും ഇനി മരിക്കണ വരെ നിന്റെ അച്ഛന്റെ കൂടെ കഴിയണമെന്നുണ്ട് എനിക്ക്. എന്നെ കൊണ്ടാക്കോ നീ? ശ്രീധരൻ മൂളി. ഇനി അവളോട് പറയണം ഞാൻ പോവാന്ന്. രുക്മിണി അഞ്ജനയുടെ മുറിയിലേക്ക് പോയി. അവൾ തൊട്ടടുത്തെത്തിയിട്ടും അഞ്ജനയുടെ ഇമകൾ പോലും അനങ്ങിയില്ല. പതുക്കെ രുക്മിണി പറഞ്ഞു, തിരിച്ചു പോവാ മോളെ. ഞാൻ ഒരപേക്ഷയുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ എന്റെ മോനെ നീ സ്നേഹിക്കണ്ട, ഭാര്യയായിട്ടും കൂടെ കഴിയണ്ട. പക്ഷേ അവൻ കിട്ടിയ താലി കഴുത്തിന്ന് ഊരി കളയരുത്. എന്നാലേ സത്യന്റെ ആത്മാവിന് മോക്ഷം കിട്ടൂ.
അപ്പോൾ കൊല്ലത്തെ SP ഓഫീസിന് മുന്നിൽ കറുത്ത ഒരു അംബാസഡർ വന്നു നിന്നു. പിന്നിലെ ഡോർ തുറന്ന് സന്യാസിയെ പോലെ കാവി ധരിച്ച ഒരാൾ പുറത്തിറങ്ങി. തല മുണ്ടനം ചെയ്തിരുന്നു. നരച്ച കുറ്റിത്താടി, കഴുത്തിൽ രുദ്രാക്ഷമാല, കയ്യിൽ വടിയും മാറാപ്പും, കാലിൽ മിതിയടി. കാവൽ നിന്നിരുന്ന പോലീസുകാരൻ ഭവ്യതയോട് ചോദിച്ചു, എന്തു വേണം സ്വാമി? ദൃഢമായ ശബ്ദത്തിൽ വന്നയാൾ പറഞ്ഞു, എനിക്ക് SP രവിശങ്കറെ കാണണം. അതിനെന്താ? അദ്ദേഹം അകത്തുണ്ട്, പൊയ്ക്കോളൂ. പോലീസുകാരനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി അകത്ത് കിടന്നു. പിന്നെ SP ക്യാബിന് മുന്നിലെത്തി വാതിലിൽ മെല്ലെ തട്ടി. അകത്തു നിന്ന് ഘനഗംഭീരമായ ഒരു ശബ്ദം കേട്ടു. കമ്മിങ്. ഡോർ തള്ളി തുറന്ന് അയാൾ അകത്തേക്ക് കടന്നു. മുറിയിലേക്ക് വന്ന സന്യാസിയെ കണ്ട് രവിശങ്കർ ആദരവോടെ എഴുന്നേറ്റു. അത് കണ്ട് സന്യാസി പൊട്ടിച്ചിരിച്ചു. എന്റെ വേഷം ഗംഭീരമായി അല്ലടാ? മുന്നിലുള്ള ആളെ വളരെ പെട്ടെന്ന് രവിശങ്കർ തിരിച്ചറിഞ്ഞു. തമ്പി അരുതെന്ന അർത്ഥത്തിൽ തമ്പി ചുണ്ടിൽ വിരൽ ചേർത്തു. പിന്നെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, ലൈസൻസ് ഉള്ള തോക്ക് കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എന്നെ വെടിവെക്കാം. ആ സ്ഥിതി വരുത്തിയത് അർജുൻ എന്ന കള്ള നായിന്റെ മോനാ. കൂട്ടിന് ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയ ആ നന്ദി കെട്ടവനുമുണ്ട്. രവിശങ്കർ ചോദിച്ചു, ഇപ്പോ എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്റെ കൂടെ വരണം നീ. എങ്ങോട്ടാണെന്ന് രവിശങ്കർ ചോദിച്ചില്ല. അയാൾ തമ്പിയും കൂട്ടി പുറത്തിറങ്ങി. അവിടെ കറുത്ത അംബാസിഡർ കാത്തു നിന്നിരുന്നു. ഡ്രൈവർ ഡോർ തുറന്നു കൊടുത്തു. തമ്പിയോടൊപ്പം രവിശങ്കറും കാറിൽ കയറി. കാർ നേരെ പോയത് തിരുവനന്തപുരത്തുള്ള പോത്തൻകോട് പാലസിലേക്കാണ്. വിജനമായ തോട്ടത്തിനുള്ളിൽ റോബർട്ട് റാംബോ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങി തമ്പിയും രവിശങ്കറും അയാളുടെ അടുത്തേക്ക് ചെന്നു. റാംബോയെ ചൂണ്ടിക്കാട്ടി തമ്പി പറഞ്ഞു, ജീവനുള്ളൊരു മിസൈലാണിവൻ. കേട്ടിട്ടുണ്ടാവും. സ്ഫോടക വസ്തുക്കൾ കളിപ്പാട്ടം പോലെ ഉപയോഗിക്കുന്ന ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളൂ, റോബർട്ട് റാംബോ. അത്ഭുതത്തോടെ രവിശങ്കർ റാംബോയെ നോക്കി. അത് ശരിവെക്കുന്ന മട്ടിൽ റാംബോ പുഞ്ചിരിച്ചു. നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു വേണം. ഉളിയന്നൂരിലെ ബംഗ്ലാവിൽ മരിക്കുന്നത് വരെ രാജാവായി വാഴണം. ഈ നാട്ടിലെ നീതിയും നിയമവും പഴയതുപോലെ ഉള്ളം കയ്യിൽ ഒതുക്കണം. തമ്പി എന്ന പേര് കേട്ട ഇനിയും ഈ നാട് വിറയ്ക്കണം. തമ്പി രവിശങ്കറിന്റെ തോളിൽ കൈവച്ചു. കൂട്ടിന് റാംബോ ഉണ്ട്. എന്ത് വിലയ്ക്കും വാങ്ങാൻ സ്വിസ് ബാങ്കിലുള്ള എന്റെ സമ്പത്ത് മുഴുവനുണ്ട്. ചോര കൊണ്ട് പുതിയൊരു കഥ എഴുതാൻ പോവുക നമ്മള്. അതിന്റെ തുടക്കം ഇന്ന് വൈകിട്ട് 4 മണിക്കും 6 മണിക്കും ഇടയ്ക്ക്. എന്തിനും തയ്യാറാണെന്ന മട്ടിൽ രവിശങ്കർ തലയാട്ടി. തമ്പി ചിരിച്ചു. ഓം ശാന്തി. 4 മണിയാവാൻ 10 മിനിറ്റുള്ളപ്പോൾ പിഷാരടി ഡ്രസ് ചെയ്ത് പുറത്തു വന്നു. കാറിനടുത്തുണ്ടായിരുന്ന DGP ജോസഫ് പറഞ്ഞു, വളരെ അപകടകാരിയായ കില്ലറാണ് സർ. പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട റാംബോ. ബോംബ് ബ്ലാസ്റ്റിംഗിൽ എക്സ്പേർട്ടാണ് അവൻ. ഈ യാത്ര ഒഴിവാക്കണം സർ. അങ്ങ് പൊതുയോഗത്തിൽ പങ്കെടുക്കരുതെന്ന കമ്മീഷണർ പറയുന്നത്. പിഷാരടി ചിരിച്ചു. അങ്ങനെ പേടിച്ച ഒളിക്കാൻ കാട് എവിടെയാ ജോസഫെ? ജനിച്ചാൽ ഒരിക്കലും മരിക്കണ്ടടോ. ഡ്രൈവർ കാറിന്റെ ഡോർ തുറന്നു. അപ്പോൾ മറ്റൊരു ടാക്സി ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. അതിനുള്ളിൽ നിന്ന് രുക്മിണിയും ശ്രീധരനും ഇറങ്ങുന്നത് കണ്ടപ്പോൾ പിഷാരടിയുടെ മുഖം വിടർന്നു. സന്തോഷത്തോടെ അയാൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ രുക്മിണി പെട്ടെന്ന് തിരിച്ചു പോന്നെ? മുഖം കണ്ടിട്ട് മരുമകൾ ശരിക്കും സൽക്കരിച്ച ലക്ഷണമുണ്ടല്ലോ. രുക്മിണി മിണ്ടിയില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി സുന്ദരേശൻ അടുത്ത് വന്നു. സമയമായി സർ. പിഷാരടി വാച്ചിൽ നോക്കി. ആ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് 4 മണിക്ക്. വേഗം വരാ ഞാൻ. ഞങ്ങൾ അകത്തേക്ക് പൊക്കോ. പെട്ടെന്ന് ശ്രീധരൻ പറഞ്ഞു, എനിക്ക് ഉടനെ തിരിച്ചു പോണം. അതെന്താടാ? എല്ലാം അമ്മ പറയും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്. എന്നാ പൊയ്ക്കോ. ശ്രീധരൻ മൂളി. കുസൃതിച്ചിരിയോടെ പിഷാരടി പറഞ്ഞു, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറക്കണ്ട. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് ഓടി വരണം, എനിക്ക് കൊള്ളി വെക്കാൻ. രുക്മിണി ശാസിച്ചു. വേണ്ടാത്തതൊന്നും പറയണ്ട, അവൻ പൊയ്ക്കോട്ടെ. ശ്രീധരൻ കാറിന്റെ അടുത്തേക്ക് വന്നു. പിഷാരടി എന്തോ ഓർത്തതുപോലെ പറഞ്ഞു, നിൽക്ക്. ശ്രീധരൻ നിന്നു. അയാളുടെ അടുത്തെത്തി വാത്സല്യത്തോടെ പിഷാരടി പറഞ്ഞു, പെട്ടെന്നൊരു കൊതി, നീ അച്ഛാന്ന് വിളിക്കുന്നതൊന്ന് കേൾക്കാൻ. അറിയാതെ ശ്രീധരന്റെ മനസ്സ് ആർദ്രമായി. ചുണ്ടുകൾ ചലിച്ചു. അച്ഛാ. സന്തോഷമായി. പൊയ്ക്കോ. വൈകാണ്ട് അമ്മയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരും. പിന്നിൽ നിന്നും സുന്ദരേശൻ വിളിച്ചു. സർ. പിഷാരടി തിരിഞ്ഞു നോക്കി. 4:10. പിഷാരടി ഉടനെ ചെന്ന് കാറിൽ കയറി. കാർ നീങ്ങി. പുത്തിരിക്കണ്ട മൈതാനം ജനസമുദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. പിഷാരടിയുടെ കാർ വന്ന് നിന്നപ്പോൾ തന്നെ കാതടുപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പ്രസംഗം തുടങ്ങിയപ്പോഴാണ് സദസ്സ് ശാന്തമായത്. മൈതാനത്ത് DGP ജോസഫ് കനത്ത സെക്യൂരിറ്റി ഒരുക്കിയിരുന്നു.
എന്ത് നേരിടാൻ സജ്ജമായി ചുറ്റും പോലീസ് ഫോഴ്സ് നിരന്നു. ഈ സമയത്ത് നീലോൽപ്പത്തിൽ ഫോൺ ശബ്ദിച്ചു. സുന്ദർശനാണ് റിസീവർ എടുത്തത്. അങ്ങേ തലക്കിൽ നിന്നും സിംഹത്തിന്റെ മുരൾച്ച പോലെ ഒരു ശബ്ദം കേട്ടു. അവിടെ ഇപ്പൊ രുക്മിണി എന്ന ഒരു പെണ്ണില്ലേ? ആ ചോദ്യം സുന്ദരേശന് തീരെ ഇഷ്ടമായില്ല. ഉണ്ടെങ്കിൽ റിസീവർ അവർക്ക് കൊടുക്ക്. താൻ ആരോടോ? പിണങ്ങല്ലേ സുന്ദരേശ, ഞാൻ അവരുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മൗത്ത് പീസിൽ കൈയമർത്തിക്കൊണ്ട് സുന്ദരേശൻ ഉറക്കെ വിളിച്ചു. മാഡം. രുക്മിണി അയാളുടെ അടുത്തേക്ക് വന്നു. ഒരു ഫോണുണ്ട്. രുക്മിണി റിസീവർ വാങ്ങി. ഹലോ. അങ്ങേ തലക്കിൽ നിന്നും നേർത്ത ചിരിയിൽ കുതിർന്ന ഒരു ശബ്ദം കേട്ടു. സുഖമാണോ രുക്മിണി? നിങ്ങൾ ആരാ? ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലടി എന്നെ? ഞാൻ തമ്പി, മാധവൻ തമ്പി. രുക്മിണി നടുങ്ങിപ്പോയി. കയ്യിൽ നിന്ന് റിസീവർ വിറച്ചു. രക്ഷപ്പെട്ടു എന്ന് കരുതിയല്ലേ? ഇനി മുഖ്യമന്ത്രിയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്ന് തീരുമാനിച്ചു അല്ലേ? എന്നാ കേട്ടോ, ദാനം തന്ന ആയുസ് തിരിച്ചെടുക്കാൻ പോവുക ഞാൻ. കൂടെ മോനെയും ഭർത്താവിനെയും കൊണ്ടുപോയിക്കോ. കാലം വരണ ശബ്ദം കേൾക്കണില്ലേ നീ? മരണം ഇപ്പൊ നീലോൽപ്പലത്തിന്റെ പടിക്കലെത്തിയിട്ടുണ്ടാവും. റിസീവർ വലിച്ചെറിഞ്ഞ് രുക്മിണി ഉറക്കെ നിലവിളിച്ചു. സുന്ദരേശൻ ചോദിച്ചു, എന്താ മാഡം? അവൻ അവൻ തമ്പി. സുന്ദരേശൻ അപ്പൊ തന്നെ DGP ജോസഫിനെ വിളിച്ചു. ആ കോൾ വന്നത് പഴവങ്ങാടിയുള്ള ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാണെന്ന് പോലീസ് കണ്ടുപിടിച്ചു. പക്ഷേ വിളിച്ചയാളെ കിട്ടിയില്ല. അപ്പോ തന്നെ DGP ജോസഫ് നീലോൽപ്പലത്തിലേക്ക് വന്നു. രുക്മിണിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അവൻ വെറുതെ വിളിച്ച് പേടിപ്പിക്കണതാ. പോലീസ് അറിയാതെ ഇങ്ങോട്ട് ഒരീച്ച പോലും കടന്നു വരില്ല. പുത്തിരിക്കണ്ടം മൈതാനത്തും കനത്ത ബന്ദോബസ്തുണ്ട്. മാഡം ധൈര്യമായിരിക്കൂ. ആർക്കും ഒരാപത്തും വരില്ല. DGP ജോസഫിന്റെ വാക്കുകൾ ശരിവെക്കുന്നത് പോലെ 15 മിനിറ്റിനുള്ളിൽ നീലോൽപ്പലത്തിലേക്ക് പിഷാരടിയുടെ കാർ പാഞ്ഞു വന്നു. മുന്നിലും പിന്നിലും പോലീസിന്റെ ശക്തമായ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ പിഷാരടി രുക്മിണിയുടെ വിവരണമായ മുഖം കണ്ടു. എന്താ? എന്തുണ്ടായി? DGP ജോസഫ് തമ്പിയുടെ ഫോൺ വന്ന കാര്യം പിഷാരടിയെ അറിയിച്ചു. രോഷം കൊണ്ട് പിഷാരടി ജ്വലിച്ചു. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വിടരുത്. നമ്മുടെ മുഴുവൻ ഫോഴ്സും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കും ജോസഫ്. യെസ് സർ. രുക്മിണിയെയും കൊണ്ട് പിഷാരടി അകത്തേക്ക് പോയി. വിജയാനന്ദ് കാറിൽ നിന്നിറങ്ങി. ടവലെടുത്ത് അയാൾ മുഖത്തെ വിയർപ്പ് തുടച്ചു. മുഖ്യമന്ത്രിയെ സുരക്ഷിതനായി നീലോൽപ്പലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ മുഴുവൻ സന്തോഷവും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ജോസഫ് പറഞ്ഞു, എല്ലാ ചെക്ക് പോസ്റ്റിലും മെസ്സേജ് കൊടുക്കണം. ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ പരിശോധിക്കണം. വാഹനങ്ങളും സെർച്ച് ചെയ്യണം. ഒരു VIP വീടും പൂർത്തിയാക്കാനായില്ല. അതിനു മുമ്പ് വലിയൊരു പൊട്ടിത്തെറി കേട്ടു. പിന്നെ ഒരലർച്ച, നിലവിളി. എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നു. ജോസഫും വിജയാനന്ദും ഉൾക്കിടലത്തോടെ അകത്തേക്ക് ഓടി. അവിടെ പിഷാരടിയും രുക്മിണിയും കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. ജോസഫും അർജുനും ഒരുപോലെ നടുങ്ങി. എങ്ങനെ എങ്ങനെ ഇത് സംഭവിച്ചു? ദേശീയ പതാക താഴേക്ക് ഊർന്നിറങ്ങി. കരിങ്കുടി മുകളിലേക്ക് ഉയർന്നു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ ആരോ ശ്രീധരന്റെ തോളിൽ തൊട്ടു. അറിഞ്ഞില്ലേ? നീലോൽപ്പത്തിലൊരു ബോംബ് പൊട്ടി പിഷാരടി രുക്മിണി അപ്പൊ തന്നെ തീർന്നു. ശ്രീധരൻ ഞെട്ടിത്തിരിഞ്ഞു. അപ്പോൾ ദൂരെ ട്രെയിനിന്റെ ഇരമ്പൽ കേട്ടു. രണ്ടുപേരെയും കൊന്നത് ഞാനാ ശ്രീധര, ഈ റോബർട്ട് റാംബോ. എഞ്ചിന്റെ മുഴക്കത്തിൽ അയാളുടെ ശബ്ദം അമർന്നു. ഇനി ബാക്കിയുള്ളത് നീയാ. ഇപ്പോ നിന്നീ തീർക്കാൻ പോവുക ഞാൻ. റാംബോ ശ്രീധരനെ പിന്നോട്ട് ആഞ്ഞു തള്ളി. അടിതെറ്റി ശ്രീധരൻ പാളത്തിലേക്ക് വീണു. ട്രെയിൻ അപ്പോൾ തൊട്ടടുത്തെത്തിയിരുന്നു. കൈ അകലത്തിൽ ശ്രീധരൻ മരണത്തിന്റെ മുഴക്കം കേട്ടു. ഒരത്ഭുതം പോലെ ശ്രീധരൻ പാളത്തിനപ്പുറത്തേക്ക് പറന്നു. നിലവിളിക്കാൻ മറന്ന് യാത്രക്കാരെല്ലാം നടുങ്ങി നിൽക്കുമ്പോൾ വേഗം കുറഞ്ഞു വന്ന് ട്രെയിൻ പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തെത്തി നിന്നു. റെയിൽവേ പോലീസ് ഓടിയെത്തി. കമ്പാർട്ട്മെന്റിനുള്ളിലൂടെ അവർ മറുവശത്തെത്തി. ട്രാക്കിൽ നിന്ന് മാറി ഒരാൾ കമിഴ്ന്നു കിടക്കുന്നത് അവർ കണ്ടു. മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ശ്രീധരനെ അവർ പൊക്കിയെടുത്തു. അയാളുടെ കഴുത്തിന് പിന്നിൽ ഒരു മുറിവുണ്ടായിരുന്നു. ചോര വീണ് പോലീസുകാരുടെ യൂണിഫോം നനഞ്ഞു. ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ഉള്ളിൽ കൊത്തിവെച്ച പേര് ഒരിക്കലും മറക്കാതിരിക്കാൻ എന്ന പോലെ അയാൾ പലവട്ടം ഉരുവിട്ടു. റോബർട്ട് റാംബോ, റോബർട്ട്. അപ്പോഴും നാട് നടുക്കത്തിൽ നിന്നും ഉണർന്നിരുന്നില്ല. തലസ്ഥാന നഗരം തീവ്രവാദികളുടെ പിടിയിലായെന്ന കിംവദന്തികൾ പരന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അണികൾ റോഡ് ഉപരോധിച്ചു. ഗതാഗതം തടസ്സപ്പെട്ടു. പല സ്ഥലത്തും കടകമ്പോളങ്ങൾ കത്തിയെരിഞ്ഞു. DGPയുടെ ഓഫീസ് അക്രമികൾ തല്ലി തകർത്തു. കമ്മീഷണർ ഓഫീസിനും തീയിട്ടു. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾക്ക് നേരെയും കല്ലേറുണ്ടായി. നീലോൽപ്പലത്തിൽ എങ്ങനെയാണ് എക്സ്പ്ലോസീവ് വന്നെത്തിയത്? കനത്ത സെക്യൂരിറ്റി മറകിടന്ന് CMന്റെ ബെഡ്റൂമിൽ ആരാണത് കൊണ്ടുവന്നു വെച്ചത്?
ഉത്തരം കിട്ടാൻ അരമണിക്കൂറെ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ഫോറൻസിക് ലാബിൽ നിന്നും റിപ്പോർട്ട് വന്നു. ബ്ലാസ്റ്റ് ചെയ്ത സെൻസിറ്റീവായ ബോംബുണ്ടായിരുന്നത് CM ഉപയോഗിച്ചിരുന്ന സെൽഫോണിലാണ്. റിങ് വന്നാൽ സ്ഫോടനമുണ്ടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് വന്നയുടനെ ആരോ ഈ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ബോംബ് പൊട്ടി. പൊളിറ്റിക്കൽ സെക്രട്ടറി സുന്ദരേഷിന് അത് വിശ്വസിക്കാനായില്ല. മിനിസ്റ്റർ സെൽഫോൺ ആർക്കും കൈമാറിയിട്ടില്ല. അദ്ദേഹമല്ലാതെ മറ്റാരും അത് ഉപയോഗിക്കാറില്ല. പിന്നെ എങ്ങനെ അതിലൊരു ബോംബ് സെറ്റ് ചെയ്തു വെക്കും? ഇമ്പോസിബിൾ. അപ്പോൾ കമ്മീഷണർ വിജയാനന്ദ് പുറത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു സെൽഫോൺ ഉണ്ടായിരുന്നു. ഇതാരുടെ ഫോണാ സുന്ദരേശ? സുന്ദരേശൻ വിറച്ചുപോയി. ഇത് ഇത് അദ്ദേഹത്തിന്റെ ഫോണാ. അപ്പൊ പിന്നെ ബ്ലാസ്റ്റ് ചെയ്ത ഫോണോ? എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഈശ്വര. പുതിയ ഫോൺ വാങ്ങിയ കാര്യം സാറെന്താ എന്നോട് പറയാണ്ടിരുന്നത്? ഉള്ളിലൊരു ഫ്ലാഷ് മിന്നിയതുപോലെ പെട്ടെന്ന് ജോസഫ് ചോദിച്ചു. ആ ഫോൺ CMന് ആരെങ്കിലും പ്രസന്റ് ചെയ്തതാണെങ്കിലോ? എന്നാലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ മാറ്റിവെച്ചിട്ട് അദ്ദേഹം പുതിയ ഫോൺ എന്തിനാ കൊണ്ടുപോയത്? സമർത്ഥമായി അതാരെങ്കിലും മാറ്റിയതായിക്കൂടെ? ജോസഫ് പറഞ്ഞത് അംഗീകരിക്കുന്നത് പോലെ വിജയാനന്ദ് നിശബ്ദനായി. CM മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി കാണാമറയത്തുണ്ട്. അവൻ തന്നെയാണ് പിഷാർഡി സാർ അറിയാതെ ഫോൺ മാറ്റിയത്. അത് നീലോത്പലത്തിലുള്ള ആരെങ്കിലും ആയിക്കൂടെ സർ? ആരെങ്കിലുമല്ല, CMുമായി എപ്പോഴും ഫ്രീ ആയിട്ട് ഇടപഴകാറുള്ള ഒരാൾ. വിജയാനന്ദ് സുന്ദരേശനെ നോക്കി. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇവിടെയുള്ള ഒരു സ്റ്റാഫും CMനെ കൊല്ലാൻ കൂട്ടു നിൽക്കില്ല, അതെനിക്ക് ഉറപ്പാ. മീറ്റിംഗിന്റെ വീഡിയോ കളക്ട് ചെയ്യണം ആനന്ദ്. നമ്മൾ തേടുന്നയാൾ ചിലപ്പോൾ CMനോടൊപ്പം സ്റ്റേജിൽ തന്നെ ഉണ്ടായെന്ന് വരും. യെസ് സർ. കാറിന്റെ അടുത്തേക്ക് നടന്ന ജോസഫ് എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് തിരിഞ്ഞു. ശ്രീധരൻ ഇപ്പോ എങ്ങനെയുണ്ട്? പ്രസന്റ് കണ്ടീഷൻ അറിയില്ല സർ, എന്നാലും പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ ജോൺ പറഞ്ഞത്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ IC യൂണിറ്റിൽ ഗ്ലൂക്കോസ് ബോട്ടിൽ തറയിൽ വീണ് ചിതറി. ഓക്സിജൻ നിറച്ച സിലിണ്ടർ ഫ്ലോറിലൂടെ ഉരുണ്ടു. ശരീരത്തിലെ ട്യൂബുകളും ചെറിയ വയറുകളും വലിച്ചു പറിച്ചെടുത്ത് ശ്രീധരൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ സുഭാഷ് അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി. അരുത്! സുഭാഷിനെ തള്ളി മാറ്റി ശ്രീധരൻ ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തു കടന്നു. സുഭാഷും 3-4 സിസ്റ്റേഴ്സും പിന്നാലെ എത്തി അയാളെ വട്ടം പിടിച്ചു. അവരെ തള്ളി മാറ്റിക്കൊണ്ട് ശ്രീധരൻ ഗർജിച്ചു. തുടരു തന്നെ! ICUവിന് മുന്നിലെ ബഹളം കേട്ട് കോറിഡോറിലുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തിയെങ്കിലും ശ്രീധരനെ തടയാനായില്ല. കഴുത്തിന് പിന്നിൽ നിന്നും ധാരധാരയായി ചോര വാർന്നൊഴുകാൻ തുടങ്ങിയിട്ടും അത് വകവയ്ക്കാതെ അയാൾ മുന്നോട്ട് കുതിച്ചു. ചെന്നെത്തിയത് വിജയാനന്ദിന്റെ മുന്നിലാണ്. അപ്പോഴേക്കും ഡോക്ടർ സുഭാഷും അവിടെ എത്തി. വിജയാനന്ദിനെ കണ്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. ICUന്ന് ഇറങ്ങി ഓടിയതാ സർ. വിജയാനന്ദ് ശ്രീധരന്റെ കയ്യിൽ കടന്നു പിടിച്ചു. എന്താ ശ്രീധർ അത്? കൊച്ചുകുട്ടികളെ പോലെ റെയിൽവേ ട്രാക്കിൽ കിടന്ന് ചത്തുപോകേണ്ടതായിരുന്നു. ഈ നിലയിലാക്കിയത് ഇവിടുത്തെ ഡോക്ടർമാരാ. പറഞ്ഞതനുസരിക്ക് വാ. ശ്രീധരൻ അരിശത്തോടെ വിജയാനന്ദിന്റെ കൈ തട്ടി മാറ്റി. എനിക്ക് പോണം. എങ്ങോട്ട്? അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. അനുനയിപ്പിച്ചുകൊണ്ട് വിജയാനന്ദ് പറഞ്ഞു. അതിനെന്താ, ഞാൻ കൊണ്ടുപോകാലോ. ഡോക്ടർ ജോണിനോടൊന്ന് ചോദിക്കട്ടെ. പെട്ടെന്ന് ശ്രീധരന്റെ ശബ്ദം ഇടറി. അപ്പോഴേക്കും വൈകി പോയില്ലേ സർ? ഞാനാ അവിടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത്. പിരിയുമ്പോഴും അച്ഛൻ അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വിജയാനന്ദ് പതറിപ്പോയി. ആരാ ആരാ നിന്നോട് പറഞ്ഞത്? കണ്ണീരിന്റെ നനവിൽ തീ പടർന്നു. റോബർട്ട് റാംബോ. ചിതയണയതിനു മുമ്പ് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എനിക്ക് അവനെ. അവനാ അവരെ ഇല്ലാണ്ടാക്കിയത്. ബെഡ്റൂമിലിരുന്ന് മുഖം പൊത്തി കരയുകയായിരുന്നു. അപ്പോൾ അഞ്ജന. ചാരിയിരുന്ന വാതിൽ തുറന്ന് ഊർമിള അകത്തേക്ക് വന്നു. സങ്കടവും ദേഷ്യവും കടിച്ചമർത്തിക്കൊണ്ട് ഊർമിള ചോദിച്ചു. ആരെ കാണിക്കാനാ ഈ കള്ളക്കണ്ണീര്? നിലവിളിച്ചതല്ലാതെ അഞ്ജന മിണ്ടിയില്ല. ഇതും അഭിനയമാണെന്ന് എനിക്കറിയാം. മകന്റെയും ഭാര്യയുടെയും കൂടെ സുഖമായി കുറച്ചു ദിവസം താമസിക്കാൻ വന്ന ഒരു പാവം സ്ത്രീയെ കൊലയ്ക്ക് കൊടുത്തില്ലേ? ഇനി എന്താ നിനക്ക് വേണ്ടത്? താലി കെട്ടിയവൻ ചത്തുന്നു കൂടി കേൾക്കണോ? ആ ആഗ്രഹം ചിലപ്പോ ഈശ്വരൻ നിറവേറ്റി തരും. അഞ്ജനയുടെ നിലവിളി ഉച്ചത്തിലായി. സമപ്രായക്കാരായിട്ടും നിന്നെ ചേച്ചിന്ന് വിളിച്ച് ഞാൻ സ്വീകരിച്ചത് കൊല്ലും കൊലയുമായി നടന്നിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തന്റെ ഇടത്തോടെ വന്നതുകൊണ്ടാ. ഊർമിളയുടെ ശബ്ദമിടറി. നീ കല്യാണത്തിന് സമ്മതിച്ചപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു ഏട്ടൻ. നിന്റെ ഒപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടായിരുന്നില്ല. നീ എല്ലാം മറന്ന് മാപ്പ് കൊടുത്തല്ലോ എന്നോർത്ത്. ഭാര്യയായിട്ടല്ല, പൂജിക്കാനുള്ള ദേവിയായിട്ടാ ഏട്ടൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവൾ അഞ്ജനയുടെ അടുത്തേക്ക് ചെന്നു. ആ മനുഷ്യനെയാ നീ വിഷം കൊടുത്ത് കൊല്ലാനൊരുങ്ങിയത്. അയാളുടെ മുന്നിലേക്കാ ചോരയൊഴുക്കാൻ കത്തിയും കൊണ്ട് പോയത്. നിന്റെ ഏട്ടൻ പോലും ആ മനസ്സിന്റെ നന്മ കണ്ടു.
കണ്ണീരോടെ അഞ്ജന മുഖമുയർത്തി നിലവിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇപ്പോ എന്നോട് ഒന്നും ചോദിക്കല്ലേ ഊർമിളെ. ഒരു കാര്യം സത്യാണ്, ഞാൻ കരയണത് ശരിക്കും സങ്കടം വന്നിട്ടാ. ഒരുപാട് കാലം ഞാൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന കണ്ണീരാ ഇത്. മനസ്സ് ശാന്തമാണത് വരെ ഞാൻ കരഞ്ഞോട്ടെ. ഊർമിളയുടെ മുഖത്ത് അവൾ അറിയാതെ ഒരു തെളിച്ചം വന്നു. അഞ്ജനയുടെ മുഖം പിടിച്ചുയർത്തി അത്ഭുതത്തോടെ അവൾ ചോദിച്ചു, എന്താ നീ പറയണത്? കരയണത് സങ്കടം കൊണ്ടാണെന്നോ? വിശ്വസിക്കാൻ പറ്റണില്ല എനിക്ക്. എന്തിനാ എന്തിനാ നീ സങ്കടപ്പെട്ടത്? ഊർമിള അഞ്ജനയുടെ ഇരു ചുമലിലും പിടിച്ചുലച്ചു. പറ അഞ്ജനെ, നീ കരയണത് ഏട്ടനെ ഓർത്തിട്ടാണോ? ഗദ്ഗതത്തോടെ അഞ്ജന പറഞ്ഞു. എന്തിനാന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ ഇനി ഒരിക്കലും ആ സ്നേഹം വേണ്ടാന്ന് ഞാൻ പറയില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ വാരി പുണരുന്നത് പോലെ ഊർമിള അഞ്ജനയെ കെട്ടിപ്പിടിച്ചു. ഈശ്വരാ, ഇത് കേൾക്കാൻ ഇവിടെ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ. തിരുവനന്തപുരത്ത് അപ്പോൾ തിരക്കിട്ട ചടങ്ങുകൾ നടക്കുകയായിരുന്നു. പിഷാരടിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഉടനെ സംസ്കരിക്കാനുള്ള തീരുമാനം ഉന്നതങ്ങളിൽ നിന്നെത്തി. തൊട്ടടുത്ത് തന്നെ രുക്മണിക്കും ചിതയൊരുക്കാനുള്ള സമ്മതം കിട്ടി. ഡൽഹിയിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രമുഖർ പറന്നെത്തി. പേരൂർക്കടയുള്ള ശാന്തിവനത്തിലേക്ക് ഔദ്യോഗിക ബഹുമതികളോടെ 2 ശവമഞ്ചവും കൊണ്ടുപോയി. സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാവാൻ വൻ ജനാവലി കാത്തു നിന്നിരുന്നു. ശ്രീധരനാണ് 2 ചിതയ്ക്കും തീ കൊളുത്തിയത്. റൈഫിളുകൾ ഗർജിച്ചു. തീ ആളിപ്പടർന്നു. ഇടനെഞ്ച് വിങ്ങിയിട്ടും ശ്രീധരൻ കരഞ്ഞില്ല. കരഞ്ഞാൽ ഉള്ളിലെ ജ്വാലകൾ അണഞ്ഞു പോകുമെന്ന പേടിയായിരുന്നു അയാൾക്ക്. നിർവകാരനായി പുറത്തേക്ക് നടക്കുമ്പോൾ ഗേറ്റിനടുത്ത് അർജുൻ നിൽക്കുന്നത് അയാൾ കണ്ടു. ശ്രീധരൻ അങ്ങോട്ട് ചെന്നു. ആരും കേൾക്കാതെ അർജുൻ പറഞ്ഞു, പിഷാരടി സാറിന് ആരോ ഒരു സെൽഫോൺ കൊടുത്തിരുന്നു. അതിൽ സെറ്റ് ചെയ്തിരുന്നു ബോംബ്. അതാണ് പൊട്ടിയത്. കാറ്റിലാടുന്ന വൻമരം പോലെ ശ്രീധരൻ ഉലഞ്ഞു. ഉള്ളിലെ ജ്വാലയുടെ ചൂടിൽ ശരീരത്തിലെ ഓരോ അണുവും വെന്തു. ഇപ്പോ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത് തമ്പിയെയോ റാംബോയോ അല്ല, നിന്റെ അച്ഛന് സെൽഫോൺ സംഭവിച്ച അഞ്ജനെ തന്നെ. വിളറി വെലിഞ്ഞടിച്ചു പോയതുകൊണ്ട് ശ്രീധരന് ഒരക്ഷരം പോലും ശബ്ദിക്കാനായില്ല. കഷ്ടിച്ച് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ നീ. റാംബോ ഇനിയും നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരും. സൂക്ഷിക്കണം ശ്രീധര. എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് അറിഞ്ഞിട്ട് മതി മുന്നോട്ടുള്ള ഓരോ നീക്കവും. അർജുൻ കാറിന്റെ അടുത്തേക്ക് നടന്നപ്പോൾ ശ്രീധരൻ പറഞ്ഞു, ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത്ഭുതത്തോടെ അർജുൻ പറഞ്ഞു, വേറൊന്നുമല്ല, ഊർമിളയെ പറ്റിയ. ഒരു പാവം പെണ്ണാവള്. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ സന്തോഷമായിട്ട് ജീവിച്ചേനെ അവള്. അത് ശരിവെക്കുന്ന മട്ടിൽ അർജുൻ തലയാട്ടി. ആരെങ്കിലും അവൾക്കൊരു ജീവിതം കൊടുത്താ അതൊരു വലിയ പുണ്യമാവും സർ. ഒരു നിമിഷം നിർത്തിയിട്ട് ശ്രീധരൻ അർജുന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മടിച്ച് അയാൾ ചോദിച്ചു, അതും താഴ്ന്ന ശബ്ദത്തിൽ, സാറിന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്റെ അനിയത്തിയെ? അർജുന് പെട്ടെന്ന് മറുപടി പറയാനായില്ല. അയാൾ അടുത്തു ചെന്നു ശ്രീധരന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ ശ്രീധര? ഊർമിളയ്ക്കും ഇഷ്ടമാവണ്ടേ? ശ്രീധരന്റെ കടക്കണ്ണിൽ ഒരു നേർത്തുള്ളി ഊറി. ഇത്രയും കേട്ടാ മതി എനിക്ക്. സമാധാനമായി. ഇനി ഒരു കടവും ബാക്കിയില്ലല്ലോ. മനസംയമനം നഷ്ടപ്പെട്ട് തിരുവല്ലിറങ്ങിയ അണികളെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് നേരിട്ടത്. പിഷാരടിയുടെ രക്തസാക്ഷിത്വം വരാൻ പോകുന്ന ഇലക്ഷനിൽ കനത്ത ഭൂരിപക്ഷം നേടിത്തരുമെന്ന് അവർ അണികളെ പറഞ്ഞു മനസ്സിലാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ പാർട്ടി ആ മരണം ഒരു ഉത്സവം പോലെ ആഘോഷിച്ചു. നിശാ നിയമം പിൻവലിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഏകോപന സമിതി കൺവീനർ പ്രഭാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. വൈകാതെ സത്യപ്രതിജ്ഞയുമുണ്ടായി. പിഷാരടിയുടെ മരണത്തിന് കാരണക്കാരായവരെ ഉടൻ പിടികൂടുമെന്ന് പുതിയ മുഖ്യമന്ത്രി ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഉറപ്പു നൽകി. അപ്പോൾ ഉളിയന്നൂരിലെ ബംഗ്ലാവിലേക്ക് ഒരു ഐക്കൺ കാർ കടന്നു വന്നു. കാവൽ നിന്നിരുന്ന പോലീസുകാർ റൈഫിളുകളുമായി അങ്ങോട്ട് ഓടിയെത്തി. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് കറുത്തു തടിച്ച അജാനുബാഹുവായ ഒരാളായിരുന്നു. അയാളുടെ കയ്യിൽ ചെറിയൊരു സ്റ്റൺ ഗൺ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഓടിയെടുത്ത പോലീസുകാർ ഞെട്ടലോടെ പിന്നോട്ട് മാറി. കാറിൽ നിന്നിറങ്ങിയ ആൾ പിന്നിലെ ഡോർ തുറന്നു. അധികാരം തിരിച്ചു പിടിച്ച അഹങ്കാരത്തോടെ മാധവൻ തമ്പി പുറത്തേക്കിറങ്ങി. ഒരു പ്രേതത്തെ കണ്ടതുപോലെ പോലീസുകാരൊക്കെ മരവിച്ചു നിൽക്കുമ്പോൾ അമർത്തിയ ചിരിയോടെ അയാൾ പറഞ്ഞു, ഞാനില്ലാത്തപ്പോ ഈ ബംഗ്ലാവ് പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചതിന് നന്ദിയുണ്ട്. പകരം എന്താ വേണ്ടതെന്ന് അർജുനോട് ചോദിക്ക്. അവൻ എന്താവശ്യപ്പെട്ടാലും കൊടുക്കാൻ തയ്യാറാ ഞാൻ. തമ്പിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേഗത്തിലാണ് അർജുൻ ബംഗ്ലാവിലെത്തിയത്. സിറ്റൗട്ടിലെത്തി റിവോൾവർ നീട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ ഗർജിച്ചു, തമ്പി! കൂസലില്ലാതെ തമ്പി പുറത്തേക്ക് വന്നു. വിലങ്ങെടുത്ത് അയാളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞു,
യു ആർ അണ്ടർ അറസ്റ്റ്. തമ്പി ചിരിച്ചു. എന്തിനാടോ? എന്റെ ക്ഷമ പരീക്ഷിക്കണ്ട. കണ്ടാലുടനെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഉണ്ട്. എതിർക്കാതെ കൂടെ വന്നാ അത് ഒഴിവാക്കാൻ പറ്റും. തമ്പി സെൽഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. അങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എന്ന് ഇയാൾ നിനക്ക് പറഞ്ഞു തരും. ഫോൺ കാതിൽ ചേർത്ത് തമ്പി പറഞ്ഞു. ഞാനാടോ തമ്പി. ഇവിടെ SP അർജുൻ വന്നിട്ടുണ്ട്. ഞാൻ ഫോൺ അയാൾക്ക് കൊടുക്കാം. രോഷത്തോടെയാണ് അർജുൻ ഫോൺ വാങ്ങിയത്. അങ്ങേ തലക്കിൽ നിന്ന് അപ്പോഴയാൾ മുഖ്യമന്ത്രി പ്രഭാകരന്റെ ശബ്ദം കേട്ടു. ഞാനാ അർജുൻ. ചീഫ് മിനിസ്റ്റർ പ്രഭാകരൻ. സർ. എന്തിനാടോ താൻ തമ്പിയുടെ ബംഗ്ലാവിൽ ചെന്ന് ബഹളം കൂട്ടണത്? ബഹളം കൂട്ടിയതല്ല സർ, അറസ്റ്റ് ചെയ്യാൻ വന്നതാ. അറസ്റ്റ് ചെയ്യാനോ? ആര് പറഞ്ഞിട്ട്? അർജുൻ അമ്പരന്ന് പോയി. ഇയാളെ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് സർ. ആരുടെ ഓർഡർ? കോർട്ട് ഓർഡർ. അല്പം മുമ്പ് അത് പിൻവലിച്ചൂടോ. അറിഞ്ഞില്ലേ താൻ? സംയമനം നഷ്ടപ്പെടാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് അർജുൻ പറഞ്ഞു. എന്നാലും ഇയാൾ ക്രിമിനൽ അല്ലാതാവുന്നില്ലല്ലോ സർ. കേസുകൾ ഒരുപാടുണ്ട്, മർഡേഴ്സ് ഉൾപ്പെടെ. ഐ എം സോറി സർ. ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോവാ. അതിന് ഇപ്പൊ നിനക്ക് അധികാരമില്ല അർജുൻ. നീ അവധിയിലല്ലേ? അർജുന്റെ മുഖം വിവരണമായി. ശിക്ഷിച്ചതല്ല, 1 മാസം കഴിഞ്ഞ കോഴിക്കോട്ട് പോലീസ് കമ്മീഷണറായി ചാർജ് എടുക്കാൻ നിനക്ക്. പ്രൊമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫർ. സന്തോഷമായില്ലേ? അതുവരെ റെസ്റ്റ് എടുത്തോളൂ. സ്തബ്ധനായി പോയെങ്കിലും കൂർത്ത ശബ്ദത്തിൽ അർജുൻ ചോദിച്ചു. ഈ ഇടപാടിൽ തമ്പി എത്ര തന്നു നിങ്ങൾക്ക്? പ്രഭാകരൻ ഗർജിച്ചു. ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് ബാസ്റ്റർഡ്. മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ അല്ല ഞാൻ. വേണ്ടാത്തതൊന്നും ചോദിക്കാതെ പറഞ്ഞതനുസരിക്കണം നോയിന്റെ മോനെ. ലൈൻ കട്ടായി. അർജുൻ സെൽഫോൺ തമ്പിയുടെ നേരെ വലിച്ചെറിഞ്ഞു. അപ്പോൾ പോർച്ചിൽ ഒരു വെളുത്ത മാരുതി കാർ വന്നു നിന്നു. അതിൽ നിന്ന് യൂണിഫോമിൽ രവിശങ്കർ ഇറങ്ങി. തമ്പി പറഞ്ഞു. ഇനി ഇവനാ ഇവിടുത്തെ റൂറൽ SP. രവിശങ്കർ അർജുനെ നോക്കി ചിരിച്ചു. ഹലോ. ഒരക്ഷരം പോലും ശബ്ദിക്കാതെ അർജുൻ കാറിന് നേരെ നടന്നു. പിന്നിൽ രണ്ടുപേരുടെയും പൊട്ടിച്ചിരി കേട്ടു. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അർജുൻ സെൽഫോൺ എടുത്ത് DGP ജോസഫിനെ വിളിച്ചു. ലൈനിൽ അർജുനാണെന്ന് അറിഞ്ഞപ്പോൾ അസ്വസ്ഥനായി ജോസഫ് പറഞ്ഞു. ഞാനിപ്പോ DGP അല്ല, കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാൻ അർജുൻ. വിജയാനന്ദ് ട്രാൻസ്പോർട്ടിലേക്ക് പോയി. CMന്റെ അഭ്യുദയകാംക്ഷികളാ ഇപ്പോ ക്രമസമാധാനം കൈയാളണത്. ഈ നാറിയ രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്ത് എനിക്ക് മടുത്തടൂ. അർജുൻ ലൈൻ കട്ട് ചെയ്തു. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിലെ AC സൂട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു റോബർട്ട് റാംബോ. കോളിംഗ് ബെൽ ശബ്ദിച്ചു. അയാൾ വാതിൽ തുറന്നു. പുറത്ത് തീ പോലെ ആളി നിൽക്കുന്ന ശ്രീധരൻ. അയാൾ ചോദിച്ചു. ആരാടാ എന്റെ അച്ഛന് സെൽഫോൺ സമ്മാനമായി കൊടുത്തത്? റാംബോയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ക്രൂരമായ ചിരിയോടെ അയാൾ പറഞ്ഞു. വാ ശ്രീധര, വാ. നീ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു കരുതി വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അകത്ത് കയറി ശ്രീധരൻ വാതിലടച്ച് കുറ്റിയിട്ടു. ആരും പറയാതെ തന്നെ ഇനി കാണേണ്ടവരെ മുഴുവൻ ഞാൻ തേടി പിടിക്കും. ആദ്യം എനിക്ക് വേണ്ടത് നിന്റെ ചോരയാ. അതിനെന്താ, തരാലോ. എത്ര ലക്ഷം വേണ്ടി വരും? കവി ചുരുട്ടി നെഞ്ചിനിട്ടുള്ള ഒരടിയായിരുന്നു മറുപടി. അറിയാതെ റാംബോ പിന്നോട്ട് വെച്ചു. എന്നിട്ടും അയാളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. മിടുക്കൻ. ഇങ്ങനെയുള്ളവരെയാ എനിക്കിഷ്ടം. ആദ്യമായിട്ടാ ഒരുത്തൻ ശരീരം നോവിച്ചത്. പകരം തിരിച്ചൊന്ന് വേണ്ടേ നിനക്ക്? ഈ റാംബോ ആരാണെന്ന് കാട്ടിത്തരാൻ. അയാൾ മധ്യ ഗ്ലാസ് എടുത്ത് അത് കൈക്കുള്ളിലോട്ട് ഞെരിച്ചു. ചില്ലുകൾ ചിതറി. കൈ മുറിഞ്ഞ് ചോരയൊഴുകി. കൂർത്തൊരു ചില്ലുകൊണ്ട് ശ്രീധരന്റെ അടിവയർ പിളക്കാൻ വേണ്ടി റാംബോ മുന്നോട്ട് ചാടി. അതിനു മുമ്പേ ശ്രീധരൻ അയാൾക്കിട്ടൊരു തൊഴി കൊടുത്തു. റാംബോ പിന്നോട്ട് മലർന്നു. വായിൽ ബെഡ്ഷീറ്റ് തിരികെ കയറ്റി ഒന്ന് അനങ്ങാൻ പോലും ആവാത്ത വിധത്തിൽ റാംബോയെ കട്ടിലിനോട് ചേർത്ത് കെട്ടിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു. സെൽഫോണിൽ ബോംബ് സെറ്റ് ചെയ്തു വെച്ചത് നീയാണെന്ന് എനിക്കറിയാം റാംബോ. അതുകൊണ്ടാ ശിക്ഷിക്കാൻ ആദ്യം നിന്നെ തന്നെ തെരഞ്ഞെടുത്തത്. ഓരോരുത്തരായി നിന്റെ പിന്നാലെ വരും. ജീവിതത്തിൽ ആദ്യമായി റാംബോ പേടി എന്താണെന്ന് അറിഞ്ഞു. യാചിക്കുന്നത് പോലെ അയാളുടെ കണ്ണുകൾ പിടഞ്ഞു. ശ്രീധരൻ മേശപ്പുറത്തുണ്ടായിരുന്ന അയൺ ബോക്സ് എടുത്ത് റാംബോയുടെ നെഞ്ചിൽ ചേർത്ത് വെച്ച് കെട്ടി. പിൻ പ്ലഗിൽ കുത്തി. സ്വിച്ച് ഓണായി. അയൺ ബോക്സ് ചൂടാവാൻ തുടങ്ങി. മുറിയിൽ കരിഞ്ഞ മാംസത്തിന്റെ മനം മടിപ്പിക്കുന്ന ഗന്ധം വന്നു. ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചിട്ടും വികൃതമായ മുരൾച്ച മാത്രമാണ് പുറത്തു വന്നത്. അയാൾ വേദനയോടെ ഞെളിപിരി കൊണ്ടു. അപ്പോൾ അഞ്ജനയുടെ വീടിന്റെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു. ശ്രീധരനാണെന്ന് കരുതിയാണ് അഞ്ജന ഉമ്മറത്തേക്ക് ഓടി വന്നത്. അർജുനെ കണ്ടപ്പോൾ അവളുടെ മുഖം മങ്ങി. അതുകൊണ്ട് അയാൾ പറഞ്ഞു. വിഷമിക്കണ്ട, അധികം വൈകാതെ ശ്രീധരൻ വരും. തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ അവനെ കണ്ടിരുന്നു.
തന്നെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചോ എന്നറിയാൻ അഞ്ജനയ്ക്ക് തിടുക്കമായി. ടിവിയിലൊക്കെ കണ്ടില്ലേ അവൻ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. പിഷാരടി സാറിന്റെ മകനായിട്ട് നാട് അംഗീകരിച്ചു കഴിഞ്ഞു ശ്രീധരനെ. ആകെയുള്ള ഒരു അവകാശിയാ. ശേഷിക്കണതൊക്കെ ഇനി ശ്രീധരനുള്ളത്. അഞ്ജനെ, ഒരായുഷ്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിക്കാം. ഒരു സ്വത്തും വേണ്ട, ശ്രീധരന് മാത്രം മതി എന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അകത്തേക്ക് നോക്കിക്കൊണ്ട് അർജുൻ ചോദിച്ചു, ഊർമിള എവിടെ? അടുക്കളയിൽ നിന്ന് ഊർമിള പുറത്തു വന്നു. അവിടെ ഇരുന്ന് അവൾ കരയുകയായിരുന്നുവെന്ന് കണ്ണുകൾ കണ്ടപ്പോൾ അർജുന് മനസ്സിലായി. എന്താ ഊർമിളെ? കണ്ണുകൾ തുടച്ചുകൊണ്ട് ഊർമിള പറഞ്ഞു, ഒന്നുമില്ല സർ. ഓരോന്നോർത്തപ്പോ സങ്കടം വന്നുപോയി. ഓർത്തത് ശ്രീധരനെ അല്ലേ? ഊർമിള മിണ്ടിയില്ല. നിന്നെപ്പറ്റി പറയുമ്പോ ശ്രീധരനും ഇങ്ങനെയാ. പെട്ടെന്ന് അവന്റെ കണ്ണു നിറയും. സ്വന്തം ചേട്ടനായാൽ പോലും ഒരനീതിയെ ഇത്രയും സ്നേഹിച്ചൊന്നും വരില്ല. ഏട്ടൻ ഏട്ടൻ എന്റെ പറ്റി എന്താ പറഞ്ഞത്? ഉള്ളിലുള്ള ചിരി മറച്ചു വെച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു, നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞു. ചെറുക്കനെ കാട്ടി തന്നു. ശ്രീധരനും അയാൾക്കും പൂർണ്ണ സമ്മതം. ഇനി നിന്റെ തീരുമാനം മാത്രമേ അറിയാനുള്ളൂ. ഉള്ളിലുള്ളത് എന്തായാലും തുറന്നു പറയണം. അതറിയാൻ ശ്രീധരനും കാത്തിരിക്കുകയാണ്. പറയ്, ഇഷ്ടാണോ? അത്ഭുതവും പരിഭ്രമവും കൊണ്ട് ഊർമിളയുടെ ശബ്ദം വിറച്ചു. ആരാ ആളെന്ന് പറഞ്ഞില്ലല്ലോ. അയാള് ഇപ്പൊ നിന്റെ മുന്നിലുണ്ട് ഊർമിളെ. ഞാൻ തന്നെ. കളിയാക്കാൻ വേണ്ടി അർജുൻ വെറുതെ പറഞ്ഞതാണെന്നേ ഊർമിളയ്ക്ക് തോന്നിയുള്ളൂ. മറുപടി കിട്ടാഞ്ഞപ്പോൾ അർജുൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അനാഥനായിട്ടായിരിക്കാം. കല്യാണത്തിന്റെ കാര്യം ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോ ഞാനും അത് മറന്നുപോയി. ശ്രീധരന ഓർമ്മിപ്പിച്ചത്. പറയൂ ഊർമിളെ, എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ നിനക്ക്? സന്തോഷം കൊണ്ട് ഊർമിളയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴവൾക്ക് ഉറക്കെ ഒന്ന് കരയണമെന്ന് തോന്നി. അപ്പോൾ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് മുഖ്യമന്ത്രി പ്രഭാകരന്റെ ഫോൺ വന്നു. റോബർട്ട് റാംബോയെ ആരോ വക വരുത്തിയടോ, അതും മൃഗീയമായിട്ട്. അവന്റെ നെഞ്ച് മുഴുവൻ കരിഞ്ഞുപോയി. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് തമ്പി പ്രതികരിച്ചത്. സാരമില്ല, ഇനി നമുക്ക് വേണ്ട സഹായം വേണ്ടടോ. റാംബോയെ കൊന്നതിന്റെ ക്രെഡിറ്റ് നമ്മുടെ പോലീസിനിരിക്കട്ടെ. തന്റെ തുടക്കം ഗംഭീരമായെന്ന് ഇവിടുത്തെ മുഴുവൻ പത്രങ്ങളും എഴുതിക്കോളും. പ്രഭാകരൻ ആശ്വാസത്തോടെ ചിരിച്ചു. അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാൻ പറ്റില്ല. അത് ചെയ്തത് ശ്രീധരൻ തന്നെയാവും. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. പ്രഭാകരൻ ചിരിച്ചു. അവനെ കൈകാര്യം ചെയ്യാൻ പോണത് ഞാനല്ലടോ, ഈ നാട്ടിലെ ജനങ്ങളാ. തൊലി ഒരിച്ച് അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും ഞാൻ. താൻ കണ്ടോ? ഒട്ടും സമയം കളയാതെ പ്രഭാകരൻ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു. അയാൾ പറഞ്ഞു, അധികാരമേറ്റപ്പോൾ ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതു വിധേനയും മുൻ മുഖ്യമന്ത്രി പിഷാരടിയെ കൊന്നവനെ കണ്ടെത്തുമെന്ന്. വാക്ക് പാലിച്ചു എന്ന് പറയാനാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടർ ആകാംക്ഷയോടെ ചോദിച്ചു. ആരാ സർ? റോബർട്ട് റാംബോ. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നടുങ്ങിപ്പോയി. നമ്മുടെ ഇന്റലിജൻസ് വിങ് വല വിരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാ അവൻ മസ്കറ്റ് ഹോട്ടലുണ്ടെന്ന് വിവരം കിട്ടിയത്. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി. മറ്റൊരു റിപ്പോർട്ടർ ചോദിച്ചു, പോലീസിന് കിട്ടിയത് അവന്റെ ഡെഡ് ബോഡി അല്ലേ സർ? പിടിക്കുമ്പോ ജീവൻ ഉണ്ടായിരുന്നടോ. ചില കാര്യങ്ങൾ അറിയാൻ അല്പം ക്രൂരത കാട്ടേണ്ടി വന്നു. ഒരുപാട് ഭേദ്യം ചെയ്തിട്ടാ അവൻ സത്യം പറഞ്ഞത്. സിഎമ്മിന് ആ സെൽഫോൺ കൊടുത്തത് റാംബോ ആയിരുന്നു അല്ലേ? അല്ല, അതിനുള്ളിൽ ബോംബുണ്ടാക്കി വെച്ചു എന്ന കുറ്റം മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ഫോൺ പിഷാരടി സാറിന് കൊടുത്തത് മറ്റൊരാളാ. പ്രഭാകരൻ മനഃപൂർവ്വം നിശബ്ദനായി. കോൺഫറൻസ് ഹാൾ സൂചി വീണാൽ പോലും കേൾക്കാവുന്നതുപോലെ ശാന്തമായി. ഒടുവിൽ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ വയസ്സുകാലത്ത് വൈകി കിട്ടിയ മകൻ ശ്രീധരൻ. ബാക്കി സുന്ദരേശൻ പറയും. കടന്നൽക്കൂട്ടിൽ കല്ലിട്ടതുപോലെ കോൺഫറൻസ് ഹാൾ ഇളകി. പത്ര റിപ്പോർട്ടർമാർ സുന്ദരേശനെ വളഞ്ഞു. ഗദ്ഗതത്തോടെ സുന്ദരേശൻ പറഞ്ഞു, അച്ഛന് കൊടുക്കണോന്നും പറഞ്ഞ് ഒരു സെൽഫോൺ ശ്രീധരൻ എന്റെ കൈ തന്നു. ഞാനത് പിഷാരടി സാറിന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുള്ളിൽ ഒരു ബോംബുണ്ടായിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലേ ഞാൻ. പത്രപ്രവർത്തകർ പോയി കഴിഞ്ഞപ്പോൾ സുന്ദരേശൻ മുഖ്യമന്ത്രി പ്രഭാകരന്റെ ക്യാബിനിലേക്ക് ചെന്നു. നിറഞ്ഞ ചിരിയോടെയാണ് അയാൾ സുന്ദരേശനെ സ്വീകരിച്ചത്. അലമാരി തുറന്ന് ഒരു ബ്രീഫ് കേസ് എടുത്ത് കൊടുത്തുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു, പറഞ്ഞത് മുഴുവനുണ്ട്. പോരാന്നുണ്ടെങ്കിൽ ചോദിക്കണം. സുന്ദരേശൻ ഇടർച്ചയോടെ പറഞ്ഞു, ഇതെങ്ങാനും ശ്രീധരൻ അറിഞ്ഞ ജീവനോടെ പൊരിക്കുമെന്നെ. താൻ പേടിക്കണ്ടടോ. 1-2 ദിവസത്തിനുള്ളിൽ ഈ നാട്ടിലെ ജനങ്ങൾ അവനെ പിച്ചി ചീന്തിക്കോളും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ന്യൂസ് ചാനലിൽ ആദ്യത്തെ ഫ്ലാഷ് വന്നു. ബ്രേക്കിംഗ് ന്യൂസ് എന്ന ഹെഡിങ്ങിന് താഴെ എഴുതിയിരുന്നു, മുഖ്യമന്ത്രി പിഷാരയുടെ അരുങ്കൊലയ്ക്ക് പിന്നിൽ ശ്രീധരൻ. അത് കണ്ട് അർജുൻ നടുങ്ങിപ്പോയി. വിശ്വാസം വരാതെ അയാൾ ടിവിയിലേക്ക് തുറച്ചു നോക്കി. തുടരെ ഫ്ലാഷുകൾ മിന്നിമറഞ്ഞു. മുഖ്യമന്ത്രി പ്രഭാകരൻ,
മറ്റൊരു സൂപ്പർ ക്രിമിനൽ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല. അയാൾ ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം. അതിനു മുമ്പ് ശ്രീധരനെ കാണണം. സംയമനം പാലിക്കാൻ പറയണം. അല്ലെങ്കിൽ അവന് ഭ്രാന്ത് പിടിക്കും. അവൻ പഴയ ശ്രീധരനാവും. അപ്പോൾ മരുതൻകുഴിയിലെ വീട്ടിലിരുന്ന് തിരുവല്ലയിലുള്ള ഭാര്യ സരോജിനിക്ക് ഫോൺ ചെയ്യുകയായിരുന്നു സുന്ദരേശൻ. ശാസ്തമംഗലത്തെ വീടിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു സരോജിനി. ബാർഗെയിൻ ചെയ്തപ്പോ 50,000 കുറച്ചു തന്നു. 1 മാസത്തിനുള്ളിൽ നമുക്ക് അവിടെ താമസം തുടങ്ങാം. നീ പുതിയ വീട്ടിലേക്ക് വന്നാ മതി. അപ്പോ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. പോരല്ല സുന്ദരേശ, അവരുടനെ ഇങ്ങോട്ട് വരേണ്ടി വരും. നിന്റെ ശവത്തിൽ തല്ലി അലച്ച് വീണ് കരയാൻ. സുന്ദരേശൻ ഞെട്ടിത്തിരിഞ്ഞു. ഒരു പ്രേതത്തെ കണ്ടതുപോലെ അയാൾ വിളറി വെളുത്തു. മുന്നിൽ തീയാളുന്ന കണ്ണുകളോടെ ശ്രീധരൻ. ശിലാപ്രതിമ പോലെ അനക്കമറ്റ് നിൽക്കുമ്പോൾ ശ്രീധരൻ അയാളുടെ കയ്യിൽ നിന്ന് ബലമായി റിസീവർ പിടിച്ചു വാങ്ങി. പിന്നെ അതിന്റെ വയർ അയാളുടെ കഴുത്തിൽ കുരുക്കിയിട്ടു. ആരാ സുന്ദരേശ ബോംബ് വെച്ച സെൽഫോൺ പിഷാരടി സാറിന് കൊടുത്തത്? മിണ്ടാനാവാതെ മരവിച്ചു നിൽക്കുമ്പോൾ കഴുത്തിൽ വയർ മുറുക്കി. ശ്വാസം മുട്ടി അയാൾ പടഞ്ഞു. കൊല്ലല്ലേ? വയർ അയച്ചുകൊണ്ട് ശ്രീധരൻ ചോദിച്ചു. എന്നാ ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? അത് അത് മുഖ്യമന്ത്രി പ്രഭാകരൻ. പിന്നെ എന്തിനാ നീ എന്റെ പേര് പറഞ്ഞത്? നിർബന്ധിച്ചു, കാശും തന്നു. ഏത് നായിന്റെ മോൻ നിർബന്ധിച്ചാലും പിഷാരടി സാറിനെ കൊല്ലാൻ കൂട്ടുന്നത് തെറ്റല്ലേ സുന്ദരേശ? അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ നിന്നെ? കാല് പിടിക്കാൻ ഞാൻ. എന്നെ കൊല്ലല്ലേ ശ്രീധര. ശ്രീധരന്റെ ശബ്ദമായിരുന്നു. എന്റെ അമ്മയെങ്കിലും ബാക്കി വെക്കാമായിരുന്നില്ലടാ നിനക്ക്. എന്നിട്ട് കാല് പിടിച്ചിരുന്നെങ്കിൽ അറയ്ക്കുന്ന പട്ടിയെ കണ്ട പോലെ വഴി മാറിപ്പോയനെ ഞാൻ. നിനക്കെന്നല്ല, കൂട്ടുനിന്ന ഒരൊറ്റ എണ്ണത്തിനും മാപ്പ് തരില്ലേ ഈ ശ്രീധരൻ. ഒറ്റ വലിക്ക് അയാൾ കുരുക്കുമുറുക്കി. സുന്ദരേശന്റെ കണ്ണുകൾ പുറത്തേക്കുന്തി. അഞ്ജനയുടെ വീടിന് മുന്നിലായി ഒരു ജീപ്പ് വന്നു നിന്നു. പോലീസുകാർ ചാടിയിറങ്ങി. തൊട്ടു പിന്നാലെ ഒരു അംബാസഡർ കാറും ഉണ്ടായിരുന്നു. ഡോർ തള്ളി തുറന്ന് കൊടുങ്കാറ്റ് പോലെ രവിശങ്കർ മുറ്റത്തേക്ക് ചെന്നു. ഉമ്മറത്ത് ആരെയും കണ്ടില്ല. ചാരിയിരുന്ന വാതിൽ ചവിട്ടി തുറന്ന് അയാൾ അകത്ത് കയറി. ബെഡിൽ കരഞ്ഞ് തളർന്നു കിടന്നിരുന്ന അഞ്ജന പിടഞ്ഞെഴുന്നേറ്റു. അയാളുടെ മുടിക്കുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് രവിശങ്കർ ചോദിച്ചു, എവിടെയാണ് ഈ ശ്രീധരൻ? പേടിയോടെ അഞ്ജന പറഞ്ഞു, അറിയില്ല. നുണ പറയുന്നു നോയിന്റെ മോളെ. അയാൾ അവളെ ചുവരിലേക്ക് തള്ളിയിട്ടു. നിലവിളിച്ചുകൊണ്ട് ഊർമിള ഓടി വന്നു. അരുത് അരുത് സർ. അയാൾ കവിളടച്ച് ഊർമിളയ്ക്ക് ഒരു അടി കൊടുത്തു. നിന്റെ മറ്റവനില്ലേ ആ ശ്രീധരൻ, പച്ച ജീവനോടെ ഒരാളെ കൊന്നു. ഈശ്വര, ഊർമിളയുടെ കരച്ചിൽ ഉച്ചത്തിലായി. ഇപ്പോ ഇവിടെ ഇല്ലെങ്കിൽ വേണ്ട, വരുത്താൻ അറിയാം എനിക്ക്. നിങ്ങൾക്ക് നൊന്താ വരാണ്ടിരിക്കാൻ പറ്റുമോ അവന്? ശരിക്കും നോവിക്കാൻ രാത്രി കഴിഞ്ഞ് ഞാൻ വാതിലടയ്ക്കണ്ട. അപ്പോൾ അഞ്ജനയും നിലവിളിച്ചു. രാത്രി. കയ്യിലൊരു ബൈനോക്കുലറുമായി പുഴയുടെ തീരത്ത് യൂസഫലി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഓളങ്ങൾ പിടച്ചു. ആരോ മുങ്ങാങ്കുഴിയിട്ട് കരയിലേക്ക് വരുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അത് ശരിയായിരുന്നു. പുഴയുടെ നടുവിലായി ഒരു മുഖം മേലേക്ക് ഉയർന്നു. ബൈനോക്കുലറിലൂടെ യൂസഫലി അയാളെ കണ്ടു. ശ്രീധരൻ. സെൽഫോണിലൂടെ ബംഗ്ലാവിലേക്ക് മെസ്സേജ് പറന്നു. സ്റ്റെൻഗുണ്ടുമായി അടുത്തു നിന്ന വിക്രമിനോട് ക്രൂരമായ ചിരിയോടെ തമ്പി പറഞ്ഞു, പുഴയിലിട്ട് തന്നെ തീർത്തിക്കവനെ. വിക്രം പുഴയുടെ തീരത്തേക്ക് കുതിച്ചു. സ്റ്റെൻഗൺ ഗർജിച്ചു. തുരുതുരാ ബുള്ളറ്റ് ഉതിർന്നു. എന്നിട്ടും പുഴയിൽ നിന്ന് ശ്രീധരന്റെ നിലവിളി കേട്ടില്ല. വിക്രം കടുത്തു വഞ്ചിയിലേക്ക് കയറി. പിന്നിൽ നിന്ന് യൂസഫലി പറഞ്ഞു, കൊല്ലാനും ചാവാനും തയ്യാറായിട്ടോ ആ നായിന്റെ മോൻ പുഴ കടന്നു വരണത്, സൂക്ഷിക്കണം. മുന്നോട്ട് തുഴഞ്ഞു നീങ്ങിക്കൊണ്ട് വിക്രം പറഞ്ഞു, ഇനി അവൻ ഈ കരയിലേക്ക് വരില്ല യൂസഫെ. അതിനു മുമ്പേ കഥ കഴിക്കും ഞാൻ. പുഴയിൽ എവിടെയെങ്കിലും ശ്രീധരൻ പൊങ്ങുന്നുണ്ടോ എന്നറിയാൻ യൂസഫലി ബൈനോക്കുലറിലൂടെ നോക്കി. എങ്ങും അയാളെ കണ്ടില്ല. പുഴയുടെ നടുക്കെത്തിയപ്പോൾ വിക്രം തുഴ വഞ്ചിയിലേക്കിട്ട് സ്റ്റെൻഗൺ എടുത്തു. ചുറ്റും നോക്കി അയാൾ ഗർജിച്ചു, ശ്രീധര. ആ നിമിഷം വഞ്ചി പമ്പരം പോലെ കറങ്ങി. അടിതെറ്റി വിക്രം പുഴയിലേക്ക് വീണു. ഗൺ തെറിച്ചു പോയിരുന്നു. ആഴത്തിലേക്ക് താണു പോയെങ്കിലും പ്രയാസപ്പെട്ട് അയാൾ മുകളിലേക്ക് ഉയർന്നു. വഞ്ചിയിൽ പിടുത്തം കിട്ടി. പേടിയോടെ അയാൾ ചുറ്റും നോക്കി. ഓർക്കാപ്പുറത്ത് പിന്നിൽ ഓളങ്ങൾ പിളർന്നു. വെള്ളം ചിതറിത്തെറിച്ചു. ഒരാൾ മേലേക്ക് ഉയർന്നു. ചുരുട്ടിയ കൈത്തലം ഇരുമ്പുകൂടം പോലെ മുഖത്താഞ്ഞു വീണപ്പോൾ പിടിവിട്ട് വിക്രം അടിത്തട്ടിലേക്ക് താണു. മുകളിലേക്ക് പൊങ്ങാനായില്ല. അതിനു മുൻപേ ശ്രീധരൻ അയാളെ കടന്നു പിടിച്ചു. ശ്വാസം മുട്ടിയപ്പോൾ വിക്രം കൈകാലിട്ട് പിടഞ്ഞു. പക്ഷേ ശ്രീധരന്റെ ഉരുക്കുമുഷ്ടികൾക്കുള്ളിൽ നിന്നും രക്ഷപ്പെടാനായില്ല. വിക്രം മരിച്ചുവെന്ന് ഉറപ്പായപ്പോഴാണ് അയാൾ പിടിവിട്ടത്. അപ്പോഴും ബൈനോക്കുലറിലൂടെ വിക്രമിനെയും ശ്രീധരനെയും തിരയുകയായിരുന്നു യൂസഫലി. ഓളങ്ങളിൽ പെട്ടുലയുന്ന കടുത്തുവെഞ്ചി മാത്രമേ അയാൾക്ക് കാണാനായുള്ളൂ. രണ്ടുപേരും എങ്ങോട്ട് പോയെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ സുനാമി തിര പോലെ ശ്രീധരൻ അയാളുടെ നേർക്ക് പറന്നു വന്നു.
നിലവിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുമ്പേ ശ്രീധരൻ യൂസഫ് അലിയെ തൂക്കിയെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. ആ സമയം അഞ്ജനയുടെ വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് രവിശങ്കർ ഇറങ്ങി. വാതിലടച്ച് സാക്ഷിയിട്ടിരുന്നു. ഒറ്റ ചവിട്ടിന് അയാൾ വാതിൽ പൊളിച്ചു. ഊർമിളയും അഞ്ജനയും ഉറക്കെ നിലവിളിച്ചു. ഞങ്ങൾ ഒന്നും ചെയ്യരുത് സാർ. ഏട്ടൻ എവിടെയാണെന്ന് സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. വെറി പിടിച്ച വേട്ടനായെ പോലെ രവിശങ്കർ പറഞ്ഞു. അവൻ എവിടെയുണ്ടെന്ന് ഇനി നിങ്ങൾ പറഞ്ഞു തരണ്ട. ശ്രീധരനെ ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വിക്രം ഇപ്പോഴവനെ പുഴയിലെ മത്സ്യങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുത്തു കാണും. നിലവിളിക്ക് കട്ടിക്കൂടി. ഒറ്റക്കുതിക്ക് രവിശങ്കർ അഞ്ജനയെ കടന്നു പിടിച്ചു. ഇപ്പൊ ഞാൻ വന്നത് അത് ആഘോഷിക്കാനാ. ആദ്യം ഇവള്. ശൃംഗാരച്ചിരിയോടെ ഊർമിളയെ നോക്കി അയാൾ കൂട്ടിച്ചേർത്തു. പിന്നെ നീ. രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് വെറുതെ ബഹളം വെക്കണ്ട. രവിശങ്കർ അഞ്ജനയെ കിടക്കയിലേക്ക് ആഞ്ഞു തള്ളി. അവളെ ഉറുമ്പടക്കം ഞെരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അടങ്ങി കിടക്ക് പെണ്ണെ, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും നീ. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഊർമിള പുറത്തേക്ക് ഓടിയപ്പോൾ രവിശങ്കർ റിവോൾവർ എടുത്ത് അവളുടെ നേരെ ചൂണ്ടി. വിരൽ ട്രിഗറിൽ അമർന്നു. ഒരു ബുള്ളറ്റ് ഊർമിളയെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി. പെട്ടെന്ന് അവളുടെ തൊട്ടടുത്ത് ഒരു കാർ ബ്രേക്ക് ഇട്ട് നിന്നു. നിലവിളിച്ചുകൊണ്ട് ഊർമിള കാറിന്റെ ബോണറ്റിലേക്ക് വീണു. എന്താ എന്താ ഊർമിളെ, എന്തു പറ്റി? ഒന്നും പറയാനായില്ലെങ്കിലും നിലവിളിച്ചുകൊണ്ട് അവൾ വാതിൽ നേരെ വിരൽ ചൂണ്ടി. അർജുൻ അങ്ങോട്ട് കുതിച്ചു. രവിശങ്കർ കിടക്കയിലിട്ട് അഞ്ജനയെ ഞെരിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ ചോര തിളച്ചു. ഒരു ചവിട്ട് പിടിവിട്ട് രവിശങ്കർ ഫ്ലോറിലേക്ക് വീണു. തെറിച്ചുപോയ റിവോൾവറും എടുത്തുകൊണ്ടാണ് രവിശങ്കർ പിടഞ്ഞെഴുന്നേറ്റത്. ട്രിഗറിൽ വിരലമർത്താനായില്ല. അതിനു മുമ്പേ അർജുൻ അത് പിടിച്ചു വാങ്ങി. യൂണിഫോമിൽ അല്ലെങ്കിലും അനീതി കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല രവിശങ്കർ. മര്യാദയ്ക്ക് വേഗം തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ നീ റൂറൽ SP ആണെന്ന കാര്യം മറക്കും ഞാൻ. രവിശങ്കർ അട്ടഹസിച്ചു. അധിക കാലമൊന്നും നിനക്ക് ഇവറ്റകളെ സംരക്ഷിക്കാൻ പറ്റില്ല. അതിനു മുമ്പേ തമ്പി നിന്റെ കഥ കഴിക്കും. അതപ്പോഴല്ലേ. പക്ഷെ ഒരു കാര്യം, ഇനി ഈ വൃത്തികെട്ട മുഖം കൊണ്ട് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വന്നാ കുത്തിയെറിഞ്ഞ് തമ്പിയുടെ മുന്നിൽ ഇട്ടു കൊടുക്കും ഞാൻ. ചവിട്ടിക്കുലുക്കി രവിശങ്കർ പുറത്തേക്ക് നടന്നു. അർജുൻ പറഞ്ഞു, നിൽക്ക്. വന്യമൃഗത്തെ പോലെ മുരണ്ടുകൊണ്ട് രവിശങ്കർ തിരിഞ്ഞു. അർജുൻ റിവോൾവർ കൊണ്ട് അയാളുടെ ചുറ്റും നിറയൊഴിച്ചു. ബുള്ളറ്റുകൾ തീർന്നപ്പോൾ റിവോൾവർ അയാളുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അർജുൻ പറഞ്ഞു, ആയുധം ശത്രുവിനെ ഏൽപ്പിച്ചിട്ട് പോകരുത്. ഇതുകൊണ്ട് ഞാൻ ഒരാളെ കൊന്ന കഴിവിലേറേണ്ടി വരും നിനക്ക്. കാക്കിയിടുമ്പോ ഒരു പോലീസുകാരൻ ആദ്യം പഠിക്കേണ്ട പാഠമാണിത്. ഇനി മറക്കരുത്. തീ പിടിച്ച പന്തം പോലെയാണ് രവിശങ്കർ കാറിൽ കയറിയത്. സ്വിച്ച് കീ തിരിച്ചപ്പോൾ അയാൾ ഗർജിച്ചു. ഇനിയും വരും ഞാൻ നിന്നെ ശവമാക്കി മാറ്റിയിട്ട്. കാർ ചീറിപ്പാഞ്ഞു. അഞ്ജനെയും ഊർമിളയെയും നോക്കി അർജുൻ പറഞ്ഞു, ഇനി ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കണ്ട, എന്റെ കൂടെ പോന്നോളൂ. ഊർമിള പോകാൻ തയ്യാറായി വന്നപ്പോൾ അഞ്ജന പറഞ്ഞു, ഞാൻ വരണില്ല. അർജുൻ അത്ഭുതത്തോടെ അവളെ നോക്കി. വെറുതെ ഭ്രാന്ത് പറയരുത്. രവിശങ്കർ ഇനിയും വന്നോന്ന് വരും. രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ മരിക്കേണ്ടത് അയാളുടെ കൈകൊണ്ടാണെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സാറിനത് തിരുത്താൻ പറ്റുമോ? ഊർമിളയെ കൊണ്ടുപോയിക്കോളൂ, എന്നെ നിർബന്ധിക്കണ്ട. അപ്പോൾ ഊർമിള പറഞ്ഞു, ചേച്ചിയെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാനും പോണില്ല. വരണതൊക്കെ നമുക്ക് ഒന്നിച്ച് അനുഭവിക്കാം. അഞ്ജന ഊർമിളയെ തറച്ചു നോക്കി. നിന്നെ കല്യാണം കഴിക്കാൻ പോണ ആളാ വിളിക്കണത്, കൂടെ പോണം നീ. ഊർമിള സ്തബ്ധയായി പോയി. കണ്ണീരോടെ അവൾ വിളിച്ചു, ചേച്ചി, കരഞ്ഞു കാണിച്ചാലൊന്നും എന്റെ മനസ്സ് മാറില്ല. ഇനി നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. വേഗം സ്ഥലം വിട്ടോ. കരഞ്ഞുകൊണ്ട് ഊർമിള മുറ്റത്തേക്ക് ഇറങ്ങി. അവൾ പോയി കഴിഞ്ഞപ്പോൾ താഴ്ന്ന ശബ്ദത്തിൽ അഞ്ജന പറഞ്ഞു, അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് വെറുപ്പുണ്ടായിട്ടല്ല, സുഖമായി സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയ. എത്രയും പെട്ടെന്ന് സാർ അവളെ കല്യാണം കഴിക്കണം. ഇനി ഒരിക്കലും അവളുടെ കണ്ണിൽ കണ്ണീരുണ്ടാവാൻ പാടില്ല. അവള് സന്തോഷിക്കുമെങ്കിൽ നീയും കൂടെ വരണം അഞ്ജനെ. ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. ഞാൻ വരില്ല സർ. എന്തിനായി പിടിവാശി എന്നല്ലേ? ശ്രീധരൻ എന്ന പാവം മനുഷ്യനെ മനസ്സിലാക്കാൻ വൈകിയതിലുള്ള പ്രായശ്ചിത്തമാണ്. എന്റെ മനസ്സ് നിറയെ പകയായിരുന്നു സർ. കല്യാണം കഴിച്ചതുപോലും അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാ. ഒരിറ്റ സ്നേഹം പോലും ഞാൻ കൊടുത്തിട്ടില്ല. അർജുൻ അമ്പരന്ന് പോയി. അയാൾക്ക് ഒന്നും പറയാനായില്ല. വീട്ടിലെത്തിയ ഉടനെ അർജുൻ ഊർമിളയോട് പറഞ്ഞു, ഒരു പെണ്ണിനെ വെറുതെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കാൻ പറ്റില്ല. ചോദിക്കാൻ വരേണ്ടവരോട് നീ എന്റെ ഭാര്യ എന്ന് പറയണമെങ്കിൽ കഴുത്തിലൊരു താലി വേണം. നാളെ 10 മണിക്ക് നമ്മൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകും. അവിടെ വെച്ച് കല്യാണം. സന്തോഷവും സങ്കടവും കൊണ്ട് പിന്നെയും ഊർമിളയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടന്റെ അനുഗ്രഹം വാങ്ങണ്ടേ? അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് പതിഞ്ഞൊരു ശബ്ദം കേട്ടു. ഏട്ടന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. കല്യാണം നടക്കട്ടെ.
അർജുനും ഊർമിളയും ഒരുപോലെ അങ്ങോട്ട് നോക്കി. അവരുടെ അടുത്തേക്ക് വന്ന് ശ്രീധരൻ പറഞ്ഞു, വന്നപ്പോ വീട് പൂട്ടിയിരുന്നു, അതുകൊണ്ടാ പിന്നിൽ അഴികൾ വളച്ച് അകത്ത് കയറിയത്. അർജുൻ അരിശത്തോടെ ചോദിച്ചു, മനുഷ്യനായി ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഗുണ്ടയായി തന്നെ മരിക്കാൻ പോവാണോ നീ? നിർവികാരനായി ശ്രീധരൻ പറഞ്ഞു, കിട്ടാത്തതൊന്നും ഞാൻ ആഗ്രഹിച്ചുകൂടാ. ഏതു നിമിഷവും പോലീസിന്റെ വെടിയേറ്റ് മരിക്കാനിടയുള്ള ഭീകരനായ ഒരു ക്രിമിനലാണ് ഞാനിപ്പോ. അതിനു മുമ്പ് തമ്പിയുടെയും മുഖ്യമന്ത്രി പ്രഭാകരന്റെയും ശവം എനിക്ക് കാണണം. ഇനി നിനക്ക് അവരെ തൊടാൻ പറ്റില്ല ശ്രീധര. രണ്ടുപേർക്കും കനത്ത സെക്യൂരിറ്റി ഉണ്ട്. ഔദ്യോഗിക വസതിക്കുള്ളിലും പരിസരത്തും പ്രഭാകരൻ സിറ്റിയിലെ പോലീസ് ഓഫീസറിനെ മുഴുവൻ കാവൽ നിർത്തിയിട്ടുണ്ട്. കമാൻഡോകളും ബ്ലാക്ക് കാറ്റ്സും വേറെ. മുംബൈയിലെ കറ തീർന്ന കില്ലേഴ്സിനെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് തമ്പി. എന്നാലും രണ്ടിനി പച്ചയോടെ കുത്തി നുറുക്കും ഞാൻ. പേപ്പട്ടിയെ പോലെ പെടഞ്ഞു ചാവാൻ തീരുമാനിച്ചെങ്കിൽ ആയിക്കോ. പക്ഷെ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് പകരമായി തമ്പിയുടെ ഗുണ്ടകൾക്ക് പ്രാണൻ നൽകാൻ ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴവള് മരിക്കാൻ പോണത് നിന്നെ സ്നേഹിച്ചു എന്നുള്ള കുറ്റത്തിനാ. രക്ഷിക്കാൻ പറ്റുമോ നിനക്ക് അവളെ? ശ്രീധരന്റെ ഉള്ളിൽ ആളിയിരുന്ന ചീജ്വാലയിൽ പൊടുന്നനെ ഒരു മഞ്ഞുതുള്ളി വീണു. ആ പെണ്ണ് അഞ്ജനയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അറിയാതെ മനസ്സ് പെടഞ്ഞു. ഈശ്വര, ഈ വൈകിയ വേളയിൽ എന്തിനാണ് അവളുടെ മനസ്സ് മാറ്റിയത്? പതർച്ചയോടെ ശ്രീധരൻ ചോദിച്ചു. അഞ്ജന അഞ്ജന പറഞ്ഞോ അങ്ങനെ? തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞോ? ഇപ്പോ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. ഇപ്പോഴവള് നീ വിളിച്ചാലല്ലാതെ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. ശ്രീധരൻ മെല്ലെ ഒന്ന് നിശ്വസിച്ചു. എല്ലാം ഈശ്വരന്റെ വികൃതികളാ സർ. അല്ലെങ്കിൽ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ? അവളുടെ സ്നേഹം തന്ന് ആശ്വസിപ്പിച്ചതല്ല, ശിക്ഷിച്ചതാ. ചാവാൻ പോകുമ്പോ എനിക്ക് എന്തിനാ? ഊർമിള നിലവിളിച്ചുകൊണ്ട് ശ്രീധരന്റെ വായ്പ പൊത്തിപ്പിടിച്ചു. വേണ്ടാത്തതൊന്നും പറയരുത്, ഏട്ടനൊന്നും സംഭവിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും. ശ്രീധരൻ ഊർമിളയുടെ മുടിയിൽ മെല്ലെ തലോടി. കരയരുത്, ഈ ഏട്ടന്റെ ഏറ്റവും വലിയ മോഹം സാധിച്ചുല്ലോ. നാളെ നീ ചങ്കൂറ്റമുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയാവാൻ പോവല്ലേ. ഇനി നിനക്ക് ആരെയും പേടിക്കാണ്ട് ജീവിക്കാം. ഊർമിള നിലവിളി നിർത്തിയില്ല. പ്രാർത്ഥിച്ചാലും ഏട്ടനെ ജീവനോടെ കാണാൻ പറ്റിയെന്ന് വരില്ല. ശവം കണ്ട് കരയാൻ വരരുത്. അതിനു മുമ്പ് ഈ ഏട്ടനെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞേക്കണം. അപ്പോഴും ഊർമിള നിലവിളിച്ചു. സ്നേഹമില്ലാഞ്ഞിട്ട് പറയണതല്ല, ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് അപേക്ഷിക്കുന്നതാ. അനുസരിക്കണം. ശ്രീധരൻ പൊളിഞ്ഞ ജനലഴികളുടെ നേരെ നടന്നു. ഇപ്പോ എങ്ങോട്ട് പോവുക ഏട്ടൻ? അഞ്ജനയെ കാണണം. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. നാളെ കാണാം.